നമുക്ക് എപ്പോഴും പറയാൻ ഉതകുന്ന ഒരു വാക്യം കൂടിയാണ്, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ. This is one verse we can always say, he is good and his mercy endures forever. That is the beauty of that verse. His mercy endureth forever. എനിക്ക് ഭയങ്കരമായി ഇഷ്ടം, അവന്റെ കരുണ എന്നേക്കും നമ്മളെ പിന്തുടരുന്നതാണ്. His mercy follows us forever. ഇന്ന് നമ്മൾ ദിവസം ഇരിക്കുമ്പോൾ നമുക്ക് വിവിധകരമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ മാനസികമായിരിക്കുന്നു, ശാരീരികമായിരിക്കുന്നു, സാമ്പത്തികമായിരിക്കുന്നു ഒക്കെ ഞെരുക്കങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഇരിക്കുന്ന സമയം തന്നെ ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു തുടങ്ങണം? നിങ്ങൾക്കറിയാവുന്നതുപോലെ കർത്താവിനെ സ്തുതിച്ചോ. വാകളെയൊക്കെ തുറന്നിട്ട് കർത്താവിന് മഹത്വം കരേറ്റിക്കട്ടെ. Whatever kind of problems, even as you sit here, open your mouths and begin to praise God in the situation that you are in. വാകളെയൊക്കെ തുറന്ന് ആമേൻ ഹല്ലേലൂയ കർത്താവിന് മഹത്വം കരേറ്റുവാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഹല്ലേലൂയ. അതിനകത്തെ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും നോക്കണ്ട, കണ്ണുകളൊക്കെ അടച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധകൾ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഹല്ലേലൂയ. നമ്മ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്നത്തെ ദിവസം ദൈവം എനിക്ക് അനുകൂലമാക്കി തന്നിരിക്കുക. This is the day. ദൈവമുണ്ടാക്കിയ ദിവസമാണ് ഇന്നത്തെ ദിവസം. ദൈവമുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതെന്റെ എല്ലാ ഭാരങ്ങളും പോകുന്ന ദിവസമാണ്. എന്റെ എല്ലാ അനർത്ഥങ്ങളെയും ദൈവം ഒഴിവാക്കുന്ന ദിവസമാണ്. എന്റെ എല്ലാ ഞെരുക്കങ്ങളിൽ എന്നെ വിടുവിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആരാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ നിറയുമ്പോൾ എന്നിൽ കൂടി അവരിലേക്ക് ഒരു നിറവുണ്ടാകും. അതുകൊണ്ടാ പറഞ്ഞത്, വായ തുറന്ന് ദൈവത്തിന് സ്തുതി കരേറ്റിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, അടുത്ത തലത്തിലേക്ക് കയറി പോകണമെങ്കിൽ പഴയ അവസ്ഥയിൽ ഇരുന്നാൽ ഒക്കത്തില്ല. If you want to go to the next level, you cannot remain in the same stage. അടുത്ത അവസ്ഥയിലേക്ക് കയറണമെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. If you want to step into the next level, you cannot be quiet. അവിടെയാണ് നമ്മൾ നമ്മുടെ വാകളെ തുറക്കേണ്ടത്. That is where we need to open our mouth. Hallelujah. Hallelujah. കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് വായ തന്നിരിക്കുന്നത്. God has given us mouths to praise him. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഭക്ഷണം കഴിക്കാൻ വായ തന്നിരിക്കുന്നത്. We think that our mouths are for eating food. സങ്കീർത്തനക്കാരൻ നിന്റെ വായ വിസ്താരിച്ച് തുറക്കാൻ നിനക്ക് ചിക്കൻ കഴിക്കാമെന്നല്ല പറഞ്ഞത്. The psalmist did not say that I will open your mouth നിന്റെ വായ വിസ്താരത്തിൽ ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞു. Open your mouth wide and I will fill it. എന്തുകൊണ്ട് നിറയ്ക്കാമെന്ന് പറഞ്ഞത്? സ്തുതി കൊണ്ട് നിറയ്ക്കാം, ആരാധന കൊണ്ട് നിറയ്ക്കാം, എന്റെ വചനം കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഓപ്പൺ യുവർ മൗത്ത്. നിന്റെ വായ അങ്ങോട്ട് തുറക്കുക. ആര് ദൈവസന്നിധിയിൽ വാ തുറന്നാലും അവരാരും കരഞ്ഞു പോകത്തില്ല. അവര് കരഞ്ഞിരുന്ന് പോകത്തില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതി അത്രയും ശ്രേഷ്ഠമാണ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കരേറ്റിക്കാട്ടെ. ദൈവത്തിന് മഹത്വം കരേറ്റിക്കാട്ടെ. ദൈവത്തിന് മഹത്വം കരേറ്റിക്കാട്ടെ. ദൈവത്തിന് മഹത്വം കരേറ്റിക്കാട്ടെ. കർത്താവിന് മഹത്വം കരേറ്റിക്കാട്ടെ. ഹല്ലേലൂയ. വേറെ ആർക്കും നമുക്ക് ഈ മഹത്വം കൊടുക്കാൻ ഒക്കത്തില്ല. He is Lord of worthy. അവൻ മാത്രം ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത തലം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് സ്റ്റെപ്പിംഗ് ഇൻ ടു യുവർ ഫ്രൂട്ട്ഫുൾനെസ്. അടുത്ത ഫലവത്തായ മേഖലയിലേക്ക് കയറണമെങ്കിൽ ഒന്നാമതായി നമുക്ക് വേണ്ടത് എളിമയായിരിക്കണം. The first thing that we need to step into the next level is humility. Hallelujah. Hallelujah. എളിമത്വം ഇല്ലാത്ത ഒരു വ്യക്തിക്കും മുമ്പിലുള്ള നന്മകളെ ആസ്വദിക്കുവാൻ കഴിയത്തില്ല. If you are not humble, you will never be able to appreciate the blessings that are before you. ദൈവം ചെയ്യുന്ന നന്മകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഗ്രാഫ് എപ്പോഴും ഉയർന്നുയർന്നേ പോകത്തുള്ളൂ. The graph of the work of the Lord is always upward. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലോകത്തിന്റെ ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ചിലപ്പോൾ ഉയരം, ചിലപ്പോൾ താഴ്ന്നു. The graph of the world can be up and down. ഇങ്ങനെ പറയാറില്ലേ, 20 years സാധാരണ ഈ ലോകത്തിന്റെ ഗ്രാഫിൽ ഓരോ രാജ്യങ്ങളെ കുറിച്ചും ഓരോ ഇടപാടുകളെ കുറിച്ചും പറയുന്നത് 20 വർഷം ഉയർച്ചയാണ്, 20 വർഷം താഴ്ചയായിരിക്കും. They say that the graph of every nation or the progress is measured in 20 years. It's like if it's going up 20 years, it will come down in the next 20 years. ഞാൻ ബിസിനസ്സിലായിരുന്നുകൊണ്ട് എനിക്കറിയാം, ബിസിനസ്സുകാർക്കെല്ലാം ഈ 20 years ഉണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ച കാണും, പിന്നെ ഒരു താഴ്ച കാണും.
Even while I was in the business, I know that in the life of business people, there will be ups and downs. നമ്മുടെ ഈ അടുത്ത സമയത്ത് ബൈജൂസ് ആപ്പ് എന്ന് പറഞ്ഞു എന്തൊരു ഭയങ്കര മൾട്ടി മില്യണർ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് നടത്തിയൊരുത്തനാണ് ബൈജൂസ് ആപ്പ്. We've heard about Byju's app. He made crores of money out of it. പുള്ളി ഈ ബൈജു എന്ന് പറയുന്ന ആള് ബിൽ ഗേറ്റ്സിന്റെ പെങ്ങടെ മോനൊന്നുമല്ല. Byju is not Bill Gates' nephew. ഇവിടെ കേരളക്കാരനാ, മലയാളിയാ. He's a Malayali. പക്ഷെ അയാളുടെ ബുദ്ധി കണ്ടില്ല. അയാളുടെ ബുദ്ധി ഉപയോഗിച്ചപ്പോൾ വലിയൊരു ഉയർച്ച, ഒരു എക്സ്പ്ലോസീവ് ആയിരിക്കുന്ന ഒരു കാര്യം. But when he used his intelligence, something explosive happened. നിങ്ങൾ പറഞ്ഞ എക്സ്പ്ലോഷൻ, സ്ഫോടനം പറഞ്ഞ സ്ഫോടനം ഒന്ന് മിണ്ടായിരിക്കാനാണ് വന്നത്. സ്ഫോടനം, ആ സ്ഫോടനം കണ്ടില്ലേ? ആ സ്ഫോടനം ഉണ്ടാകുന്ന സമയത്തെ ചലനമുള്ളൂ. Only when there is an explosion would there be a movement. ഇച്ചിരി കഴിയുമ്പോൾ നമ്മളും മറന്നുപോകും. After some time even എത്രയോ ബോംബുകൾ പൊട്ടി, നമ്മളതെല്ലാം മറന്നുപോയില്ലേ? we forgot about the bombs പക്ഷെ that were exploded. ദൈവാത്മാവിലുള്ള സ്ഫോടനങ്ങൾ നിലനിൽക്കുന്ന, But the explosions in the Spirit of God last forever. ദൈവം ഒരു കാര്യത്തെ ചെയ്താൽ അത് നിലനിൽക്കുന്നതേ അവൻ ചെയ്യത്തുള്ളൂ. When God does something, it is forever. അതാ ദാവീദൊക്കെ പറയുന്നത്, കർത്താവിന്റെ ഇടയനാകുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും. He will make me lie down in green pastures. ഒരു ഷുവർട്ടി പറയുകയാണ്. ഷുവർട്ടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ കിടത്തിയെന്നല്ല, ഇന്നാളി കിടത്തിയെന്നല്ല, നാളെ കിടത്തുമായിരിക്കും എന്നല്ല, അവൻ എന്നെ കിടത്തിക്കൊണ്ടിരിക്കുന്നവനാകുന്നു. He is the one who is making me lie down right now. അവന്റെ വടിയും കോലും ഇന്നാളിൽ എന്നെ നടത്തിയെന്നല്ല പറയുന്നത്, അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിച്ചോണ്ടിരിക്കുകയാണ്. His rod and staff, they are comforting me even now. നമ്മളിപ്പോ 23-ാം സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം ഒരു പുച്ഛചിരിയാ വരുന്നത്. ഇതാണോ? If I ask you to read Psalm 23, you might look down on me. അതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും അറിയാൻ വയ്യാത്തത്? Because everyone knows it. 1-ാം സങ്കീർത്തനം ആർക്കും അറിയാൻ വയ്യാത്തത്? 1-ാമത്തെ സങ്കീർത്തനം ചില വാക്കുകൾ വായിക്കുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നവനൊക്കെ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴി കണ്ട നമുക്ക് അന്നേരം തോമസ് കുട്ടിയെയും ബാബുവിനെയും അപ്പുറത്തെ ജോർജ് കോശിയെല്ലാം ഓർമ്മ വരും. Even Psalm 1 is very familiar. Do not walk in the way of the wicked. You might be thinking of few other people around you. നമുക്ക് ബുദ്ധിമുട്ടുള്ള വ്യക്തികളെല്ലാം പിക്ചർ വരുന്നൊരു പെട്ടെന്ന് അല്ലെ ദുഷ്ടന്റെ ആലോചന പെട്ടെന്ന് തന്നെ ഓർക്കത്തില്ലേ? When you talk about someone talking about the wicked, maybe the picture of few people come to your mind. അതങ്ങനെ നമ്മൾ ഇതിനെ ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? What is the Lord doing in our lives? അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, എവിടെങ്കിലും നിനക്ക് താഴാൻ ഒരു അവസരം കിട്ടിയ താണോ? If you get an opportunity to humble yourself, please humble നമ്മൾ yourself. ഇങ്ങനെ തലപൊക്കി നിൽക്കാനാണ് അല്ലേ? നമ്മൾ തലപൊക്കി നിൽക്കാൻ ആഗ്രഹിക്കുന്ന അല്ല. ഹംബിൾ ബിഫോർ ദ ലോർഡ്. കർത്താവിന്റെ സന്നിധി താഴാൻ കഴിയുമോ നീ ഉയർന്നു തന്നെ വരും. If you can humble yourself before the Lord, definitely you will rise up. നഷ്ടമുണ്ടാകും. കർത്താവിന്റെ സന്നിധി താഴാൻ ചിലപ്പോൾ നമുക്ക് നഷ്ടം പോലെ തോന്നും. It might look like you're losing something. കഷ്ടം പോലെ തോന്നും, കഷ്ടം പോലെ അഫ്ലിക്ഷൻസ് ആയിട്ട് തോന്നും. It might look like it is an affliction. അതങ്ങനല്ലേ. കർത്താവ് പറയുന്നത്, ഇതിനെ ഞാൻ നിന്നെ മറികടത്തി ജയിപ്പിച്ചു നിർത്തിയിട്ട് നിന്നെ ഉയർത്തി ഞാൻ പിടിക്കും. Then the Lord says, I will make you overcome this and I will lift you above this. എളിമ എവിടെ പഠിക്കാൻ പറ്റും അവിടെ പഠിച്ചോണം. Where you can learn humility, learn. നമുക്ക് തോന്നും നമ്മുടെ അഭിമാനം പോയതുപോലെ തോന്നും, ഒന്നുമില്ല, നിന്നെ അന്തസ്സോടെ നിർത്തും. You might feel that you lost your അതിന് കാരണം എന്താ? self-esteem. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡ് പ്രോഡക്റ്റ് കഴിഞ്ഞ ആഴ്ച വരാത്തവർക്ക് നഷ്ടമായിരിക്കാം എങ്കിലും ഞാൻ പറയണേ, കഴിഞ്ഞ ആഴ്ച അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ്. എൻഡ് പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ, അവസാനം എന്താണ് ദൈവം ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ നിനക്ക് താഴാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. If you completely understand what is the end product, you won't have any problem humbling yourself. നമ്മൾ ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു വരുന്നത് എന്തായിരുന്നു? ആ വാക്ക് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എന്തായിരുന്നു ആ വാക്ക്? He will make you suck honey out of the rock. പാറയിൽ നിന്ന് നിന്നെ തേൻ കുടിപ്പിക്കും. Deuteronomy 32 we saw last week, which says he will make you suck honey out of the rock. നിങ്ങൾ നോക്കിയേ, പാറ എന്ന് പറയുമ്പോഴേ അറിയാം പാറയ്ക്കകത്തൊന്നും വല്ലതും വരുമോ? When you look at a rock, you might find that nothing can come out of it. പണ്ട് ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നടന്നു വരുമ്പോൾ പാറയുടെ അവിടെയൊക്കെ വന്നേച്ച് അവര് പറയും, അയ്യോ എന്തോ ഇത് ഞങ്ങൾക്ക് ദാഹിച്ചു വരളെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, നീ ആ പാറയുടെ ഒന്ന് പോയി ചോദിക്കുക, ഞാൻ വെള്ളം തരാം. പാറയ്ക്കകത്തൊന്നും വെള്ളം വന്നു. Even the children of Israelites faced the rock, but when the Lord made water come out of the rock. അത് തന്നെ അവർക്ക് അതിശയമായിരുന്നു, പാറയ്ക്കകത്തൊന്നും വെള്ളം വരുമോ? They were surprised because how can water come out of the rock? അടുത്തിരിക്കുന്ന ആളുടെ ദൈവത്തിന് അസാധ്യമായ വല്ല കാര്യമുണ്ടോ?
Is there anything impossible for the Lord? മരുഭൂമിക്കകത്ത് വെള്ളം തരുന്നവൻ അവന്റെ പാറയ്ക്കകത്ത് നല്ല എവിടുന്നും അവൻ എന്തും തരാൻ പറ്റും. He is able to give water in the desert. He can give water out of the rock. അന്നേരം നീ ശൂന്യതയും പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ ശൂന്യത നിറയ്ക്കാൻ കഴിയുന്നവനാണിവൻ. He is able to fill our emptiness. നീ എന്തോ രോഗം പറഞ്ഞുകൊണ്ടിരിക്കില്ല, നിന്റെ രോഗത്തിന്റെ സൗഖ്യമാണവൻ. Don't talk about your sickness, look at your healer. നമ്മൾ പലപ്പോഴും ഈ പറയുന്നത് എന്തെങ്കിലും അവസ്ഥകളിൽ വരുമ്പോൾ ദൈവത്തെ നമ്മൾ വിസ്മരിച്ചു പോകുന്നു. When we go through certain situations, we forget God. നിങ്ങൾ ശ്രദ്ധിച്ച്, അവസ്ഥകൾ നല്ലതാക്കുന്നവനാണ്. ഒരു വ്യവസ്ഥയും ഇല്ലാതെ നമ്മുടെ അവസ്ഥയ്ക്കകത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. Our God is the one who, without any condition, He will step into our situation and work in our situation. ഞാനെന്തെങ്കിലും ചോദിക്കാം, അടുത്ത ആഴ്ച ചർച്ച വരുമോ? ചർച്ച വരുമോ? ഞാൻ ചോദിക്കും, അടുത്ത ആഴ്ച ചർച്ച വരുമോ? ചർച്ച വന്നാൽ, come to church next week. ചർച്ച വന്നാൽ ഞാൻ നിങ്ങൾക്ക് നല്ല മെസ്സേജ് തരും. If you come to church, I will give you a good message. ഞാൻ ചർച്ച വന്നാൽ ഞാൻ നിങ്ങൾക്ക് നല്ല ആരാധന നേതൃത്വം നൽകും. If you come to church, I will lead you in worship. അങ്ങനല്ലേ നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യിക്കുക. If you come to me, നീ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Often we put conditions that if you come to me, I will pray for you. ദൈവം അങ്ങനെയല്ല. God is not so. ദൈവം നീ എവിടെ ഇരിക്കുന്നു, ഏത് താണ അവസ്ഥയിൽ ഇരിക്കുന്നു, അവിടോട്ട് ദൈവം ഇറങ്ങി വരും. God will come down in your lowly state. അത് ഇവന് മാത്രമേ പറ്റൂ, മനുഷ്യരായ നമുക്ക് ആർക്കും പറ്റത്തില്ല. As human beings, it's not possible, but only God can do that. ഒരു മനുഷ്യന്റെ കഷ്ടത്തിനകത്ത് എങ്ങനെ നമ്മൾ ഇറങ്ങി, നമ്മൾ അറിഞ്ഞില്ല എങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റും? How can we come down into the misery of a person if we are not aware of it? ഇനി നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നവർ ഒരു മനുഷ്യന്റെ പ്രശ്നം മനസ്സിലാക്കി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടമാകണമെന്നില്ല. And even if you are aware of a person's problem and go to him, he may not even like it. പക്ഷെ ദൈവം അതൊന്നും കാലാവസ്ഥയൊന്നും നോക്കിയിട്ടല്ല ദൈവം പ്രവർത്തിക്കാൻ. നിന്റെ കഷ്ടത്തിനകത്ത് അവൻ ഇറങ്ങി വരും. But God doesn't see it that way. He will come down in your trouble. നിങ്ങളുടെ വേദപുസ്തകത്തിൽ എങ്ങനെ എഴുതി കണ്ടിട്ടുണ്ടോ? ദാനിയേലിനെ എടുത്ത് ശദ്രക് മേശക് അബേദ്നെഗോവിനെ എല്ലാം കൂടെ എടുത്ത് തീക്കകത്ത് ഇട്ട് കഴിഞ്ഞ ഉടനെ അവരവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര ഉപവാസ പ്രാർത്ഥന. കർത്താവ് ഇറങ്ങി വരണം, കർത്താവ് ഇറങ്ങി വന്നേ പറ്റൂ, തന്നേ തീരൂ. അരി എവിടെ, തുണി എവിടെ, പറയൂ സർക്കാർ. അങ്ങനെയാണ്ട് അവർ ചെയ്തു. When Shadrach, Meshach and Abednego were thrown into the fire, they did not start a fasting prayer. The Lord has to come down. The Lord has to come down. അങ്ങോട്ട് എടുത്തിട്ടപ്പോഴേ ഈ എടുത്തിട്ടോമാര് വെന്തെരിയുന്ന കണ്ടപ്പോഴേ ഇവർക്ക് മനസ്സിലായി അതിനകത്തുണ്ടവൻ. But even as they were thrown into the hot fire, the people knew that there was a fourth person in the fire. നമ്മൾ തീ കാണുമ്പോൾ എൻ്റെ അമ്മച്ചിയെന്നല്ല, അവരാരെങ്കിലും അമ്മച്ചിയെന്ന് വിളിച്ചു. നമ്മൾ സാധാരണ അപകടം വരുമ്പോൾ ആദ്യം ആരെയാ വിളിക്കുന്നത്? അമ്മച്ചി അല്ലേ? കാര്യം അമ്മച്ചി നമ്മൾ പാല് തന്ന് വളർത്തിയതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒന്നും ഓർക്കത്തില്ല, എൻ്റെ അമ്മച്ചിയെ വിളിക്കത്തുള്ളൂ. മലയാളിയാണെങ്കിൽ ഉറപ്പാ എൻ്റെ അമ്മോ ഇങ്ങനെ കിടക്കുന്ന സാധനം, എൻ്റെ അമ്മോ. If we go through trouble, we say we call our mother, we don't call the Lord, we call all these names. അവരൊന്നും ചെയ്തില്ല, അവരാരെയും വിളിച്ചില്ല. അവർക്കറിയാം താണ്ട് തീക്കുന്ന അതിനകത്ത് ഇരിപ്പുണ്ട്. They did not call anyone. They knew that the fourth person is ഇതിനകത്ത് with them. ഞങ്ങളെ കഷ്ടത്തിൽ വിടുന്നവനല്ല, ഞങ്ങളുടെ കഷ്ടത്തെ മാറ്റുന്നവനാണ്. They knew that the one who takes away our trouble is with us. നമ്മളത് കുത്തിയിരുന്ന് കഷ്ടം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിശ്ചയമില്ലാത്തവനാണ് ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന. ഒന്നും നിശ്ചയമില്ലാത്തവരെ ചുമ്മാ ഉപവസിക്കത്തുള്ളൂ, ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിക്കും. People who are not certain about their Lord are the ones who will sit and fast and pray to get an answer. അവര് നോക്കി പൗലോസിനെ ശീലാസിനെ ആമം വെച്ച് കൈ അനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, ആമത്തിലിട്ടിട്ട്. ആമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ശിക്ഷാ നടപടിയാണ്. ജയിലിനകത്തിട്ട് കാരാഗ്രഹത്തിനകത്ത് ഒരു കമ്പി അഴിക്കകത്ത് ഇട്ടിരിക്കുകയാണ്. ആ കമ്പിയഴി തുറന്നാലും പുറത്ത് പിന്നെയും കമ്പിയഴികളുണ്ട്, വേറെ ജയിൽ ഗ്രില്ലുകളുണ്ട്. അതിനകത്ത് അവരെ ആമത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. We know that Paul and Silas were put in the prison, handcuffed and with multiple layers of protection around them. ഉടനെ പൗലോസ് ചോദിക്കുക, മച്ചു സെൽഫോൺ ഉണ്ടോ കയ്യില്? സെൽഫോൺ. They didn't ask the other person, brother, do you have a cell phone? പറഞ്ഞു ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടുത്തെ ലോക്കൽ പൊളിറ്റീഷ്യനെ ഒന്ന് വിളിക്കാമായിരുന്നു. ആര് നമുക്ക് പെട്ടെന്ന് പൊളിറ്റിക്കലായിരിക്കുന്ന ആരെങ്കിലും അധികാരികൾ ഇടപെട്ടാലോ. They didn't think about political influence or intervention. ഇത് വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? പൗലോസ് നോക്കിയപ്പം ശീലാസ് വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുക ഇവിടെ. And Paul looked, Silas is doing video games. കാര്യം അവർക്ക് ഇതൊന്നും പ്രശ്നമില്ല. അവര് പറഞ്ഞു നമുക്ക് എന്ത് ദിശയമേ ദൈവത്തിന് സ്നേഹം എന്നുള്ള രണ്ട് ശീലം അങ്ങ് പാടാന്ന് പറഞ്ഞു. Because for them these things were not a trouble. They didn't say let's sing 2 lines of a chorus. കാര്യം അവർക്ക് ഇതൊന്നും ഒരു കർത്താവിനെ വിളിച്ച് നീ ഇറങ്ങിയതാണോ? നീ പ്രശ്നങ്ങളെ കാണല് കർത്താവിനെ കണ്ടോണം.
If you have called on the Lord and stepped out, do not see the trouble, see the Lord. പലരുടെയും ചോദ്യം എന്താ, ഞാൻ ഇറങ്ങിയാൽ എല്ലാം എനിക്ക് അങ്ങനെ ആർക്കാ വ്യവസ്ഥ, ആർക്കാ നിനക്ക് ഇത് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നത്? ആരും പ്രോമിസ് ചെയ്തില്ല. ഒരു പാസ്റ്ററും ഒരു ചർച്ചും നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തില്ല. Often before we step into the things of the Lord, we ask or we check, is there security for me? Will somebody take care of me? What will happen to my future, etc. No pastor, no church will take care of your future. എടുക്കുവാണെങ്കിലും ഈ 1-2 ദിവസം ഉത്തരവാദിത്തം എടുക്കാൻ പറ്റത്തുള്ളൂ. Even if someone takes 1 or 2 days, they can take responsibility over your life. എത്ര പ്രാവശ്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റും? How many times we as a church can take care of you? ദൈവം ഒരിക്കലും നിന്നെ മറക്കത്തില്ല. But God will never forget you. നീ കർത്താവിനെ വിളിച്ചിറങ്ങിയാണെങ്കിൽ കർത്താവ് നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കും. If you are called on the Lord and stepped out, He will take responsibility over you. അതാണ് ഈ കർത്താവ്. That is our Lord. അവൻ പാറയ്ക്കകത്തുനിന്ന് തേനല്ല, അവൻ എന്തു തരും? Out of the rock He can give anything. നിനക്കാ പാറ പോലെ തോന്നുന്നത്. For you it might look like a rock. കർത്താവിന് ഇതെല്ലാം പാറയാണോ? For God it's not a rock. കർത്താവ് പറയുന്ന എന്റെ കൺമണിയല്ലേ, നീ എവിടെ ഇരുന്നാലും നിന്റെ അവസ്ഥകളെ മാറ്റാൻ മതിയായവൻ. The Lord says, you are the apple of my eyes. Wherever you are, I can change your situation. നമുക്ക് ആ വാക്യം ഒന്നുകൂടി ഒരു റിവിഷൻ പോലെ വായിക്കാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യം. As a revision, let's go to the same verse, Deuteronomy 32:10. താൻ അവനെ മരുഭൂമിയിലും ഓളി ഏൽക്കുന്ന ശൂന്യ പ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. 10-ാം വാക്യം പറയുന്നത് പാറയ്ക്കകത്തുനിന്ന് തേൻ വരുന്ന അനുഭവത്തിനായി സംഭവിക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. പാറയ്ക്കകത്ത്, ഔട്ട് ഓഫ് ദി റോക്ക് he will make you to suck honey out of the rock. For that 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. I'm going to talk about 3 things that has to happen for you to suck honey out of the rock. ഒന്നാമത്തെ കാര്യം ആ വാക്യത്തിൽ തന്നെ കണ്ടില്ലേ, അവനെ കണ്ടെത്തി, മരുഭൂമിയിൽ അവനെ കണ്ടെത്തി. The first thing, the Lord found him in the desert. In the desert place he found him. കണ്ടില്ലേ, ആരുമില്ലാത്ത സ്ഥലത്ത് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഓളിയിടുന്ന ശബ്ദം എന്ന് വെച്ചാൽ കാറ്റിന്റെ ശബ്ദം കൊണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. You don't find anything in the desert except the sound of the wind. അതല്ലാതെ വേറെ ഒന്നുമില്ല. There's nothing else. അതിനകത്ത് വെച്ച് ദൈവം ഇവനെ കണ്ടെത്തി. But in the midst of that, the Lord found you. ഇന്ന് രാവിലെ നീ നിന്നെ തന്നെ ഒരുക്കിയാൽ നിനക്ക് മനസ്സിലാകും ദൈവം നിന്നെ കണ്ടെത്തിയെന്ന്. If you prepare yourself, you will know that the Lord has found you. ഞാൻ ആരെയോ നോക്കിയിട്ട് പറയുകയാണ്, നീ ഇത്രയും നാളും ദൈവം നിന്നെ കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം ഇന്ന് വരെ നീ നിന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. If you are saying that till today the Lord hasn't found me, that means you have never prepared yourself. Today make yourself available for the God. ദൈവത്തിന് വേണ്ടി നീ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. Today just make yourself available to the Lord. നിങ്ങൾക്കറിയാം, ശൗമേൽ എന്ന് പറയുന്ന പ്രവാചകൻ ഇസ്രായേലിന്റെ ഒന്നാമത്തെ പ്രവാചകനായി വരുന്നതിന് മുമ്പേ അവനൊരു ബാലനായിട്ട്, ഹന്നായിക്കുണ്ടാകുന്ന ഒരു കുഞ്ഞു മോനായിട്ടായിരിക്കുന്നത്. Before Samuel became the first prophet of Israel, he was a small boy born to ശൗമേൽ Hannah. 2-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ അവന്റെ വളർച്ചയെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. First Samuel 2:26 talks about his growth. എങ്ങനെയാ വളർന്നത്? ശൗമേൽ ബാലനോ വളരും തോറും കർത്താവിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. വളരും തോറും കർത്താവിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നാൽ നീ ദൈവസന്നിധി തന്നെ ഇരിക്കും. And as you grow, if you grow in stature and in favor with the Lord, you will be serving the Lord. ഹന്നായിക്ക് കുഞ്ഞു മതി, ഹന്നായിക്ക് ഒരു മോനെ മതി. കർത്താവിന് എന്തോ വേണ്ടത്? ഒരു പ്രവാചകനെ വേണം. എന്റെ ജനത്തെ പ്രവചന ശബ്ദത്തിൽ നയിക്കാൻ എനിക്കൊരു പ്രവാചകനെ വേണം. Hannah wanted a child, but the Lord wanted a prophet. എന്തിയെ അത് കുഞ്ഞായിട്ടിരിക്കുകയാണ്, ബേബിയാ. He is now a baby. അതുകൊണ്ടാണ് പറയുന്നത്, ഇവൻ വളരുമ്പോൾ, വിളിയുള്ളവൻ വളരുന്നത് എങ്ങനെയായിരിക്കണം? കർത്താവിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളരണം. The one who has a call will grow in favor with God and men. മറ്റൊരാളെ കുറിച്ച് വേദപുസ്തകത്തിൽ ഇതുപോലെ എഴുതിയിട്ടുണ്ട്, മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ളവനായി വളർന്നത് യേശു കർത്താവാണ്. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ പറയുന്നത് പോലെ യേശു കർത്താവ് എങ്ങനെയാ വളർന്നത്? There is another person about whom the same thing is spoken in Luke 2:52 is Jesus. മനുഷ്യർക്കും ദൈവത്തിനും അവക്കണ്ട മനുഷ്യരുടെ കൃപയിലും ദൈവത്തിന്റെ കൃപയിലും യേശു കർത്താവ് ജ്ഞാനത്തിലൊക്കെ മുതിർന്നു വന്നു. And Jesus grew in favor with God and man. എന്റെ മാതാപിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ എങ്ങനെ വളർത്തണം? ദൈവിക ആശ്രയത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും വളർത്തണം.
You must raise up your child in dependence to the Lord and favor with God and men. നമ്മൾ നോക്കിയേ, ഒന്നിൽ നമ്മൾ ദൈവത്തോട് എടുത്താൽ മനുഷ്യരോട് അടുപ്പിക്കത്തില്ല പിള്ളേരെ. What happens is, if you want your children to grow near God, you won't let them go near നമ്മൾ people. പറയും, those people are dirty people, അവർക്ക് പോണ്ട. You will prevent your children from going to the people around എടാ, them. ഇവനെ ഇച്ചിച്ചാന്നോ ഇല്ലയോ എന്ന് ഇവൻ അറിയണ്ടായോ? They have to discern for നമ്മൾ themselves ഭയങ്കര whether it's good സ്ട്രിക്റ്റ് or bad. മെഷേഴ്സിലാണ്, ഭയങ്കര അച്ചടക്കത്തിലൊക്കെ ഇങ്ങനെ ദൈവത്തെ വളർത്താൻ നോക്കും. ദൈവത്തിൽ അങ്ങനെ വളർത്തിയാൽ ശരിയാകത്തില്ല, ഇവൻ മനുഷ്യനെ കാണണമെന്ന്. If you are trying to bring up your children without contacting other people, how will they truly grow? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ദൈവത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവന് വേറെ ആരെയും അറിയത്തില്ല. People who are only trusting in God, they don't know other people. അവിടെ മനുഷ്യനൊരു വേദന വരുമ്പം ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ദൈവം ഇടപെടുവാൻ ഇവൻ ഒരു തടസ്സമായിട്ട് നിൽക്കും. And so when you are in trouble, you are not in touch with other people and you Even are blocking help coming from others. ഇവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ നല്ലതായിരിക്കും, ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇവൻ കൃതകൃത്യമാണ്. Maybe you are very good in your relationship with the പക്ഷെ Lord. മനുഷ്യരോടൊന്നും ഒരു ബന്ധമില്ലെങ്കിൽ If you don't have connection with ദൈവപ്രവൃത്തി ഈ മനുഷ്യരിലേക്ക് ചെല്ലത്തില്ല. the work of the Lord will not come to the other people. ഈ ശൗമേൽമാലിനെ ദൈവം ഇങ്ങനെ അന്നായിക്ക് കൊടുത്ത് വളർത്തി ആലയത്തിൽ തന്നെ ഇരുന്നിരുന്ന എങ്ങനെ ഇരുന്നേനെ? Imagine if the little Samuel was growing up only in the temple. നിങ്ങൾ നോക്കി, ആലയത്തിൽ അവൻ വളരുമ്പോൾ തന്നെ അവനൊരു വേണ്ടുന്നതായിരിക്കുന്ന ദൈവിക ക്രമങ്ങളെ അവിടെ കൊടുത്തിരുന്നു. 3-ാം അധ്യായം 1 തൊട്ട് 4 വരെ വായിക്കുമ്പോൾ നമ്മൾ അത് കാണുന്നുണ്ട്. Samuel 3:1 we see that even as he grew up in the temple, he ഒന്ന് വായിച്ച് കേൾക്കുന്നത് നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഒരു വിടുതലായിരിക്കും. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്തു കർത്താവിന്റെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന കർത്താവിന്റെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടുന്നതിന് മുമ്പേ ചെന്നുകിടന്നു. കർത്താവ് ശമൂവേലിനെ വിളിച്ചു, അടിയൻ എന്ന് അവൻ വിളി കേട്ടു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഒത്തിരി പേരെ വിളിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ആരും കേൾക്കുന്നില്ല. You see, Samuel was in the temple and he heard the call of God. See, I want to urge you, ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം ഇന്നും നിന്നെയും പലരെയും നോക്കിക്കൊണ്ടിരിക്കുക, ആരെനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. Even today the Lord is looking, who will stand up for me? ദൈവികമായ ബന്ധത്തിലാണ് ഇവൻ എപ്പോഴും, ശൗമേൽ ബാലൻ എപ്പോഴും കിടക്കുന്നത് കർത്താവിന്റെ പെട്ടകത്തിന്റെ അടുത്താണ്. Little Samuel is always sleeping near the ark of the Lord. അവന്റെ ആ ചിന്ത എന്താണെന്നറിയാം, വിളക്ക് കെട്ടു പോകുന്നതിന് മുമ്പേ പോയി കിടക്കണം, അല്ലെ അങ്ങോട്ട് കയറി ചെല്ലാൻ ഒക്കത്തില്ല. Even before the lamp goes out, he has to go sleep there. ആരാധന തീരുന്നതിന് മുമ്പേ അല്ല ഓടിക്കയറി വരേണ്ടത്, ആരാധന നടക്കുന്നതിന് മുമ്പേ ഓടിക്കയറി വരണം. Don't come here after the worship is over, even before the worship starts, come ahead. എന്നോട് ഇപ്പൊ ഒത്തിരി പേർക്ക് ഇഷ്ടക്കേട് തോന്നുന്നു, എന്താ ചെയ്യാനാ, പറയാതിരിക്കാനല്ലോ, വിളക്ക് കത്തിച്ചു വെക്കുമ്പോഴേ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന്. That means when we are lighting the lamp, come for meeting. ഞാൻ പറയും, വിളക്ക് കെടുന്നതിന് മുമ്പേ നീ കയറി വരണേ. At least before the light goes out, come in. നമ്മുടെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിന്റെ അച്ചടക്കം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും എന്നുള്ളതില്ല, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. You must do what you need to do at the right time. നമ്മൾ ഈ കാണിക്കുന്ന അമാന്തതയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഇന്നലെ നടക്കേണ്ട കാര്യം ഇന്ന് വരെ നടന്നില്ല. The kind of delay that we do in our lives are the reasons why there is delay in our lives. ഈ ഡിലേ എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അഡ്രസ് ചെയ്ത് പറഞ്ഞ, ഇത് വേണ്ടാത്ത ഒരു വേരാണ്. Even last week I mentioned that delay is an unwanted root. കണ്ടോ, നമ്മൾ അമാന്തത വെക്കുന്ന കണ്ടു നമ്മൾ തന്നെ ചെയ്യുന്ന, അല്ലാണ്ട് ഏതെങ്കിലും തടസ്സമുണ്ടോ? It is a delay that we ourselves put on ourselves. നമ്മൾ എന്തെല്ലാം ഉപാധികൾ നമ്മൾ ദൈവിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കും. What all excuse we make up to go away from the presence of God. ഞാൻ പറയട്ടെ, ദൈവം സ്നേഹത്തിന്റെ നിറവായതുകൊണ്ട് ഇതൊന്നും ദൈവം കാര്യമാക്കാത്തത് കൊണ്ടാണ് ഇന്നും മിടുക്കായിട്ട് നമ്മൾ ഇരിക്കുന്നത്. Because God is so full of love, we are able to stand confidently in His presence today. പക്ഷേ ദൈവം ഇങ്ങനെ ചോദിക്കും, ആരുണ്ട് എനിക്ക് വേണ്ടി സഞ്ചരിക്കാൻ? Who will go for me? But the Lord is looking at us and saying, who will go for me? അവിടെ വേറൊരാളുണ്ട്, ഏലിയാവ് എന്ന് പറഞ്ഞ പ്രീസ്റ്റ്ഹുഡ്, ഈ എഫോദൊക്കെ ധരിച്ച് ഇങ്ങനെ കിടക്കുക, പുള്ളിക്ക് പ്രായമൊക്കെ ആയി കമ്പിളിയൊക്കെ പുതച്ച് കട്ടിലേക്ക് കിടക്കുക. There's another person, Eli, who is old and he's on the bed. ഭയങ്കര ശക്തമായ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്, അപ്പച്ചനാണ് ഏലിയപ്പച്ചൻ. So the priest Eli is the one who does priestly responsibilities. ദൈവത്തിന് മനസ്സിലായി, ഈ ശുശ്രൂഷയല്ല ഇനി വേണ്ടത്, ഇനിയും വേണ്ടുന്ന ഒരു കാലഘട്ടം പ്രവചന ശുശ്രൂഷയാണ് വേണ്ടത്. And God realized that what we need is not this kind of ministry, we need a prophetic ഓരോരുത്തരും ministry. ദൈവം നോക്കിയാണ്, എനിക്ക് വേണ്ടി നീ എഴുന്നേറ്റ് നിന്ന് ശബ്ദിക്കുമോ?
And God is looking at each one of us and saying, will you sound your voice for me? ഇവൻ എവിടെയാണ് ഈ ശബ്ദം കേൾക്കാൻ സാധ്യതയുള്ളത്? Oh, which place is there a chance for him to hear the voice? ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കണം, ദൈവവചന ശുശ്രൂഷയ്ക്കകത്തും ദൈവിക ആരാധനയ്ക്കകത്തും ദൈവശബ്ദം വളരെ വ്യക്തമായി കേൾക്കാൻ പറ്റും. You can clearly hear the voice of God in worship, in the presence of God. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ മുറിക്കാതിരിക്കുമ്പോൾ കേൾക്കാന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ നമ്മുടെ ആത്മാവ് സംസാരിക്കാൻ, അല്ലെ നമ്മുടെ സോള്, നമ്മളുടെ ബന്ധങ്ങളിൽ നിന്നുള്ള ശബ്ദമായിരിക്കും നമ്മൾ കേൾക്കുന്നത്. If you think that you can hear the voice of God in your closed room, often it would be your own voice. ഞാൻ ഇന്നലെ ശുഭമാണെങ്കിൽ തിരുവല്ലയ്ക്ക് പോയി കുറേ ബുക്സ്, ഞാൻ അവനെ എൻകറേജ് ചെയ്യും, ബൈ സം ബുക്സ്, അവന് വായിക്കട്ടെന്ന് വിചാരിച്ചു. Yesterday Shubham went to Tiruvalla to buy some books. അപ്പോൾ എനിക്ക് അതിന്റെ ഫോട്ടോസ് എല്ലാം അയച്ചു തന്നു, ഏതൊക്കെ ബുക്സ് അവൻ വാങ്ങിച്ചെന്നുണ്ട്. So he sent me the picture of the books he got. സത്യം കൂടാരത്തിലവൻ പെട്ടുവെന്ന് ഞാൻ വിചാരിച്ചു. അതെല്ലാം ഇറങ്ങി വന്നു അവിടുന്ന്. സത്യം കൂടാരം പബ്ലിക്കേഷൻസ്. So he went to Satyam Kudaram Publications. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആണെങ്കിൽ മൊത്തം കാശ് കൊടുക്കണ്ട, സായിപ്പന്മാർ വായിച്ച് തുപ്പെല്ലാം പുരട്ടി വെച്ചത് ഇവന് വായിക്കാം. You can get second hand books. അങ്ങനെ ആ ബുക്ക് കുറെ വാങ്ങിച്ചു. So he got some books. ഈ ബുക്ക് വായിക്കപ്പോഴുള്ള കുഴപ്പം ശ്രദ്ധിച്ചോണേ, ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവത്തെ ഈ ബുക്കിനകത്തൂടെ കാണാൻ സാധിക്കും. The problem with books is that you try to see God through the book. അപ്പൊ നമുക്ക് ഭയങ്കര ആശയങ്ങളൊക്കെ ഉണ്ട്. പുസ്തകമൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഹൈ ഫണ്ട് ആശയങ്ങളാണ്. പിന്നെ And then at that point we develop certain നേരം ideas. വല്ലാത്തൊരു ശബ്ദമൊക്കെ വരത്തില്ലേ? And then you begin to hear, ദൈവത്തെ ഇനി അളക്കാൻ പോകുന്നത് ഈ വായിച്ച പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Now you're going to measure God based on the book you got. നമ്മുടെ കുഴപ്പം ഇത് തന്നെ, ഈ വേദപുസ്തക അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവത്തെ അളക്കാൻ ശ്രമിക്കുന്നത്. Even we try to measure God based on the Bible. അതുകൊണ്ടാണ് പറഞ്ഞത് ശൗമേൽ വളർന്നത് വേദപുസ്തക അടിസ്ഥാനത്തിലാണോ? Did Samuel grow based on the Bible? അവൻ പെട്ടകം ഇരിക്കുന്നിടത്ത് നിത്യമായി കിടന്ന് കേൾക്കുന്നവനാണ്. He was the one who was sleeping near the ark. നിങ്ങൾ നോക്കി, അവൻ മെന്റലി അവൻ മാനസികമായി ഒരുക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ മനുഷ്യരുടെയിലും പ്രീതിയുള്ളവനായിരുന്നു. Even as Samuel was mentally prepared, he grew in favor with God and man. നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ദിവസം വായിച്ചു, ഉച്ചയ്ക്ക് വായിച്ചു, രാത്രി വായിച്ചു, വായിച്ചില്ലെങ്കിൽ ഇന്ന് ഇടിവെട്ടി നമ്മുടെ തലയിൽ വീഴുമെന്ന് നമ്മുടെ വിചാരം. We are so particular about reading the Bible morning and evening, and we think that the sword will fall on us if we don't. ഒത്തിരി പേര് ഇതിനകത്തിരിക്കുന്നതന്നെ ഒത്തിരി പേരുടെ വിചാരം ഇന്ന് രാവിലെ ദിവസം വായിച്ചില്ല ദൈവം ഉടനെ അടിക്കുമെന്ന വിചാരം. Many of you think that if you don't read the Bible, God is going to smite you. പല വേദപുസ്തകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ അന്ന് പറയാമെന്ന് വിചാരിക്കില്ല. വേദപുസ്തകത്തിന്റെ മിക്കവാറും വേദപുസ്തകങ്ങളുടെ അറ്റങ്ങൾ, ആ കോണർ, പ്രത്യേകിച്ച് 2 കോണർ ചുളുങ്ങി ഇങ്ങനെ ചുരുണ്ടിങ്ങനെ കയറിയിരിക്കുന്ന കാണാം. The corners of some of the Bibles are so folded inwards. അത് വൃത്തിയാക്കത്ത് പോലുമില്ല. You don't clean it. പല വേദപുസ്തകങ്ങൾക്കും ആദ്യവുമില്ല അന്ത്യവുമില്ല. Many of the Bibles don't have the beginning or the end. ഞാൻ ചോദിച്ചു ഉൽപ്പത്തി 1 എന്ത് ചോദിച്ചാൽ അതും പിടിച്ചു കീറിപ്പോയെന്ന്. Genesis 1 is missing. കാര്യം നമ്മൾ ഉൽപ്പത്തി 1 പല പ്രാവശ്യം തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് പ്രാവശ്യം തുടങ്ങിയതുകൊണ്ട് അതും കീറി അങ്ങ് പോയി. അതിന് കൃപയായി ഏതായാലും ഇനി ഒന്നേ വായിക്കത്തില്ലല്ലോ. Because many times you started reading the Bible from Genesis 1, so because you kept starting that page is ഒത്തിരി വേദപുസ്തകത്തിനകത്ത് അമൂല്യമായ നിധികളുണ്ട്. Many Bibles have treasures in it. ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ടെന്നറിയാം. Things like driving license, ration card, പഞ്ചായത്തിൽ അടയ്ക്കേണ്ട ബില്ലിന്റെ റെസീപ്റ്റ്, receipts, all these things. റവന്യൂ ടാക്സ്, എല്ലാം കാര്യം വേദപുസ്തകത്തിൽ വെച്ചാൽ നഷ്ടപ്പെടത്തില്ല. കാര്യം ആരും ഇത് എടുക്കുന്നില്ലല്ലോ. Because if you keep it in the Bible, it won't be lost. Nobody touches it. ചിലരൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നുമില്ല, നമ്മളെ ക്ലീൻ മൊത്തം. കാര്യം അങ്ങനെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകമേ ഇല്ല, പിന്നെ എന്തോത്തിനകത്ത് വെക്കാനല്ലേ. If you don't even have a Bible. നമ്മൾ വേദപുസ്തകം വായിച്ചല്ല ദൈവത്തെ കണ്ടെത്തേണ്ടത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു മനസ്സിലാക്കിയാൽ നമുക്ക് ചുറ്റും ഇരിക്കുന്ന മനുഷ്യരിൽ അത് കണ്ടെത്താൻ ആഗ്രഹിക്കണം. Don't try to find God through the Bible. You can പലരുടെ see God. പ്രശ്നം എന്താണെന്നറിയാമോ? എല്ലാ സമയത്തും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ 15 ചാപ്റ്റർ അങ്ങ് തിന്നുക. എന്തിനാ വായിച്ചെന്ന് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല. People are very particular about reading certain chapters of the Bible. They don't even know why they are reading. നിങ്ങൾ ശ്രദ്ധിച്ച് എന്തിനാ വായിച്ചെന്ന് ചോദിച്ചാൽ People don't know why they read. എന്തിനാ വായിച്ചത്? Why did you read? ഞാൻ എപ്പോഴും പറയും, ബൈബിൾ വായിക്കുവാണെങ്കിൽ ഒന്നാമതായി നിന്റെ അച്ചടക്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് നീ വായിക്കുന്ന ഭാഗം. ഒരുപാട് വായിക്കുകയല്ല, വായിച്ചത് നീ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയത്. ഒന്നിയിൽ ബൈബിൾ വായിക്കുന്ന
ഇപ്പം മലയാളം വേദപുസ്തകം, ഇംഗ്ലീഷ് വേദപുസ്തകം ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ഒരു പേജിലിരിക്കുന്നത് കണ്ടോ, രണ്ട് ഭാഗമായിട്ട്. എന്താണ് നിങ്ങൾ വായിക്കുന്നത്? ആ വായിക്കുന്നതിന്റെ ഒരു ആശയം അതിന്റെ മുകളിൽ എഴുതുക. Just note down, even though you read a small portion, note down what you read there. കളർ ഇങ്ങനത്തെ ഹൈലൈറ്റേഴ്സ് വായിക്കാൻ കിട്ടും, പച്ച, നീല, ഇങ്ങനത്തെ. അതൊക്കെ അപ്പുറത്തെ പേജിൽ വരാത്ത വണ്ണം ഉള്ളത് ഹൈലൈറ്റ് ചെയ്യുക. Highlight the portions that you read. വരയ്ക്കാൻ പറ്റുന്നത് വരയ്ക്കുക, ഹൈലൈറ്റ് ചെയ്യേണ്ടി ഹൈലൈറ്റ് ചെയ്യുക, മുകളിൽ അതിന്റെ സമ്മറി എഴുതുക. Highlight, underline, write the summary on top. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഗിദെയോൻ പരാക്രമശാലി, ഇതാണ് ഇതിനകത്തുള്ള സംഭവം. എന്താണ് ഇതിനകത്ത് പറഞ്ഞ മേളിൽ നോക്കി അറിയാം. I've written on top of that page, Gideon is a mighty man of valor. എൻ്റെ പല മെസ്സേജുകളും ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുന്ന പാഡിനകത്ത് ഞാൻ എഴുതി സൈഡിൽ വെച്ചിട്ടുണ്ട്. I have stuck sticky notes in certain messages inside pages. എന്തിനാ ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കും. Because what I found out from what my reading is പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. എന്നെ മിടിച്ചു നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. പഠിക്കാനാണെങ്കിൽ നിന്റെ കയ്യിൽ ഒരു നോട്ട് ബുക്ക് ഇരിക്കണം. All those who are interested in studying, you must have a notebook with you. പണ്ട് ഇതൊന്നും എനിക്കില്ലായിരുന്നു. ഞാനൊരു നോട്ടില്ലാതെ ഇവിടെ വരത്തില്ല. I don't come here without a notebook. കാര്യം നോട്ട് ഇല്ലാതെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. I can even speak without notes. അത് എവിടെ വേണേലും പ്രസംഗിക്കാം. I can do that anywhere. പക്ഷെ അതിനേക്കാളും അത്യാവശ്യം എനിക്കൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. But beyond that, I need a preparation. നീ ഒരു പ്രവാചകനായി തീരണമെങ്കിൽ നിനക്ക് ആദ്യം വേണ്ടുന്ന കാര്യം നിനക്ക് ഒരു ഒരുക്കം വേണം. If you want to be a prophet, you need a discipline and a preparation. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരുത്തനും താഴ്മ പഠിക്കത്തില്ല. Those who don't have discipline will not learn humility. താഴ്മ പഠിക്കാത്തതുകൊണ്ടെന്ന് പറ്റിക്കഴിഞ്ഞാൽ ദൈവം ഒരു വാതിൽ തുറന്ന് ആ വാതിൽ കാണത്തില്ല. And if you are not humble, when God opens the door, you won't see it. ഇവിടെ നോക്കിയേ, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് ദൈവം വിളിച്ചോണ്ട് ഇറക്കി വരുമ്പോൾ ഇവർക്ക് തന്നെത്താൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് അവർക്കറിയാം. When God called the children of Israel out, they knew that they could not do anything by themselves. അവരുടെ മധ്യത്തിൽ ഒരു പ്രവാചകനെ വേണമെന്ന് പറഞ്ഞ് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഒരുത്തൻ ആ വിളക്ക് കെടുന്നതിന് മുമ്പ് നിയമപെട്ടകത്തിനടുക്കൽ പോയി കിടക്കുന്നതുകൊണ്ട് അവൻ ആ ശബ്ദം കേൾക്കുക. And even as God decided that these children needed a prophet, one person is sleeping near the ark and he is hearing the voice of God. എന്തിനാണ് ഒരു ആത്മീയ ഗുരു നിനക്ക് ആവശ്യം? Why do you need a spiritual instructor? ഏലിയെ പുരോഹിതൻ എന്തിനാണ് അവിടെ വെച്ചേക്കുന്നത്? Why was Eli needed? Confusion may come. എങ്ങനെയും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ കേൾവിക്കകത്ത് ഉണ്ടാകാം. Confusion can come in a hearing. ഉടനെ ഇവൻ ഓടിച്ച് ആരോട് ചോദിച്ചേ? ഏലിയോട് തന്നെയാ ചോദിക്കുന്ന. അവിടെ തന്നെ വിളിച്ചായിരുന്നു. So he runs to Eli and said, "Did you call me?" അല്ലാണ്ട് ഈ ദൈവത്തിന് സംശയമാണ് ഇവന്റെ പേര് ശൗമേൽ എന്നാണോ അതോ സാംസൺ എന്നാണോ? ഇങ്ങനെ ദൈവം വിളിക്കുവോ? Is God confused about Samuel's name? ആദ്യത്തെ 3 അക്ഷരേ ദൈവത്തിന് കിട്ടിയിട്ടുള്ളൂ, SAM. ഇനി അത് സാംസൺ ആണോ ശൗമേലാണോ ഏതാണ്? ദൈവത്തിന് കൺഫ്യൂഷൻ വല്ലതും ഉണ്ടോ? Is God confused whether this is Samson or Samuel? അല്ല, നിങ്ങളിൽ പലരും പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചോണ്ടിരിക്കുവല്ലേ? You all are learning how to make money, right? ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെ പൈസ ഉണ്ടാക്കേണ്ടത്. I will teach you how to make money. ഞാൻ പണ്ട് ഒരു ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, പൈസ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവരും ഓടുകയില്ല, ഞാൻ പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. So I told him, you all are trying hard to make money. I will teach you. 10 പേരിരിക്കുന്ന ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു എല്ലാവരും 200 രൂപ വെച്ചത് ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. So I told in a small group of 10 people, അവര് everybody give me 200 ഒരു മടിയും കൂടാതെ അന്നത്തെ ആ സമയത്ത് 200 രൂപ വലിയ അമ്മയുണ്ട്. ഞാൻ എല്ലാവരും 10 രൂപ വെച്ച് 200 രൂപ വെച്ച് 2000 രൂപ എനിക്കിട്ട് ഞാൻ പോക്കറ്റ് പറഞ്ഞു, ഇങ്ങനെ പൈസ ഉണ്ടാക്കട്ടെ. So I told them, I will teach you how to make money. Each of you give me 200. I made 2000 rupees and I said, this is how you make money. There is no shortcut in God's way. ദൈവത്തിന്റെ വഴികളിൽ ഒരു കുറുക്കുവഴികളുമില്ല. But remember, there is no shortcut in God's way. നമ്മുടെ മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടി വലുതും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. We are trying to attract people. We are doing many things. God is trying to attract. എപ്പോഴേലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദൈവത്തിന്റെ ആകർഷണം നിങ്ങളുടെ മേൽ വരുന്നത്? Have you ever seen God's attraction coming on you? മൂന്നാമത്തെ പ്രാവശ്യം ശൗമേൽ എന്ന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇതാ ഹിയർ ഐ ആം ഓ ഗോഡ്, സ്പീക്ക് ടു മീ, സെൻഡ് മീ. എന്തെല്ലാം വാക്കുകൾ അവൻ പറഞ്ഞത്? ഇതാ ഞാൻ അടിയൻ, ഇതാ എന്നെ അയക്കണം, സെൻഡ് മീ, എന്നെ അയക്കണം. The third time Samuel heard the voice, he said, "Here I am, Lord, speak to me." എന്തിനാ പ്രീസ്റ്റിന്റെ ആവശ്യം? എന്തിനാണ് ലീഡർഷിപ്പിന്റെ ആവശ്യം? ചില കാര്യത്തിനകത്ത് ക്ലാരിറ്റി നിനക്ക് വരത്തില്ല. നിന്നെ ക്ലിയർ ആക്കാനാണ് ചിലരെ ദൈവം അപ്പോയിന്റ് ചെയ്തതിന്റെ മുകളിൽ വെക്കുന്നത്. Why do you need leadership? Certain things are not clear to you. നമ്മൾ റോങ് ഡോറിൽ പോയി നോക്കിയും തെറ്റായിട്ടുള്ള കതവിൽ പോയി മുട്ടിക്കൊണ്ടിരിക്കാതിരിക്കാനാണ് ദൈവം ചിലരെ വെക്കുന്നത്.
God has appointed certain people for you so that you don't knock at the wrong door. ഒന്നാമത്തെ വാക്യം നമ്മൾ കണ്ടത് അവനെ മരുഭൂമിയിൽ അവനെ കണ്ടെത്തി, ഫൗണ്ട് ഹിം ഇൻ ദ ഡെസർട്ട് പ്ലേസ്. രണ്ടാമത്തെ കാര്യം 32 അധ്യായത്തിന്റെ 12 വാക്യം. Second thing is in Deuteronomy 32 12th verse. കർത്താവ് തന്നെ അവനെ നടത്തി, അവനോട് കൂടെ അന്യദൈവം. നിങ്ങൾ വേദപുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടോ? Have you brought your നിങ്ങളുടെ Bible? വേദപുസ്തകത്തിന് അത് മാർക്ക് ചെയ്യാൻ ഞാൻ ഇതൊക്കെ പറയുന്നത്. ഒന്നാമത് അവനെ കണ്ടെത്തി. First thing is that the Lord found him. രണ്ടാമത്തെ കാര്യം വായിച്ചോളുക, 12 വാക്യം. കർത്താവ് തനിയെ അവനെ നടത്തി, അവനോട് കൂടെ അന്യദൈവം ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച ഇവിടെ കർത്താവ് തനിയെ അവനെ നടത്തി. He led him. രണ്ടാമത്തെ വാക്കെന്താ? നടത്തി. The Lord led him. The Lord alone did lead him. ദൈവം തന്നെ അവനെ നടത്തി, വേറെ ആരുമില്ല. The Lord alone led him. നിങ്ങൾ അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ച്, അവന്റെ കൂടെ മറ്റു ദൈവം എന്ന് പറഞ്ഞാൽ മറ്റാലോചനകൾ വരുന്ന വഴികളില്ലായിരുന്നു. Which means he had no other means of other thoughts coming to him. ദൈവം എന്ന് പറയുന്നത് ആരാണ്? Who is God? പലർക്കും അറിയാൻ മേത്തൊരു കാര്യമാണ്, ഈ ദൈവം എന്ന് പറയുന്ന ഒരു ഉറവിടമാണ്. God is a source. ആ സോഴ്സിന്റെ എബ്രായ വാക്കാണ് അബ. The Hebrew word for source is Abba. അപ്പൊ അബ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മനസ്സിലായി, എവിടെയോ എന്റെ ഉറവിടം ഇരിക്കുകയാണ്, ആ ഉറവിടത്തെ നോക്കി വിളിക്കുകയാണ് ഫാദർ, അപ്പ. You know that your source is somewhere and you're calling it Abba. അതുകൊണ്ട് അബ്ബ ഫാദർ എന്നുള്ള പേര്, അബ്ബ പിതാവേ എന്നുള്ള പേര് വന്നത്. That is how we call him Abba Father. നമ്മൾ വിചാരിച്ചു റോണിയപ്പച്ച എന്നൊക്കെ വിളിക്കുന്നത് പോലെ, അങ്ങനത്തെ അല്ല ഇത്. അബ്ബ എന്ന് പറഞ്ഞാൽ ഉറവിടം, മൈ സോഴ്സ്. Abba doesn't mean father, it means source. ആ സോഴ്സിനെ നോക്കിയിട്ട് ഞാൻ വിളിക്കും, അവിടുന്നാണ് എന്റെ പിതാവ്. I'm looking at the source and I say that is my ആ father. ഉറവിടമായിരിക്കുന്നവൻ എന്നെ നടത്തുന്നു ഇപ്പം. And that source is leading me. ആ ഉറവിടമായിരിക്കുന്നവൻ എന്നെ കണ്ടെത്തി. He has found me. എന്നെ കണ്ടെത്തുക മാത്രമല്ല, ഉറവിടമായിരിക്കുന്നവൻ ഇപ്പൊ എന്നെ നടത്തുകയാണ്. He found me and is leading me. ഇവിടെ ദൈവമാണ് നയിക്കുന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ ശബ്ദമേ കേൾക്കത്തുള്ളൂ. If you think that the Lord is leading you, you will only hear his voice. ഇന്ന് അവിടെ ഇരുന്നോട്ട് പറയാം, ദൈവം എന്നെ നയിക്കും. Tell yourself, the Lord will lead me. നിങ്ങളുടെ കഷ്ടത്തിനകത്തും നിങ്ങളുടെ പ്രശ്നത്തിനകത്തും നിങ്ങളെ വേറെ ആരുമല്ല നടത്തുന്നത്. ഇവിടുത്തെ എക്കണോമിസ്റ്റുകളല്ല നിങ്ങളെ നടത്തുന്നത്, ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥകളല്ല നിങ്ങളെ നടത്തുന്നത്, ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളല്ല നിങ്ങളെ നടത്തുന്നത്, നിങ്ങളുടെ ലോക്കൽ ബോഡി എടുക്കുന്ന തീരുമാനമല്ല നടത്തുന്നത്, മറിച്ച് എന്റെ ദൈവം എന്നെ നടത്തും. The economic policies or the local bodies or nothing in this world will lead you. The Lord himself will lead you. നമ്മൾ ഉറങ്ങിയാലും മതിയാകാത്തതിന്റെ കാര്യം നമ്മുടെ തീഷ്ണത എവിടെയോ പോയി. We lost our passion, that is why we lost sleep. എവിടെ കിടന്നവരാ നമ്മൾ ഓർത്തോണം, തീക്കകത്തുനിന്ന് നമ്മളെ രക്ഷിച്ചത് അവൻ. He saved us from the fire, but we forget that. മനസ്സിലായോ? എന്നിട്ട് നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. യൂദായുടെ പുസ്തകം 23 വാക്യം ശ്രദ്ധിച്ച്, ചിലരെ അങ്ങനെ കിടക്കുന്ന ചിലരെ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാ നമ്മൾ. And we are appointed to save some people who are still in the fire. In the fire means അവർ ജീവിതമാകുന്ന പ്രശ്നങ്ങളിൽ കിടക്കുവാണ്. ആർക്കും ഇറങ്ങി ചെല്ലാനൊക്കത്തില്ല, കൈയിടാനൊക്കത്തില്ല. നമ്മളാണ് അഭിഷക്തന്മാർ, നമ്മളെയാണ് അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുക അവരുടെ പ്രശ്നത്തിൽ ഇറങ്ങി ചെന്ന് അവരെ രക്ഷിക്കുക. We are the anointed ones who are called to step into their problems and save them. ഈ കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്തുമ്പോൾ ആ വഴിയിൽ നീ നടക്കണം. And so when the Lord is leading you, you must walk in that way. ആത്മാവിൽ നിറഞ്ഞാൽ ആത്മാവിൽ നയിക്കപ്പെടും. If you are filled with the Spirit, you will be led by the Spirit. ചർച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പാട്ടിനകത്തും ആരാധനയ്ക്കകത്തും ഒക്കെ വേറെ ചിന്തകളിൽ പറയും, ലോർഡ് ഫിൽ മീ, ഹോളി സ്പിരിറ്റ് ഫിൽ മീ വിത്ത് യുവർ പവർ. When you come to worship, as we sing, let your thoughts be this, Lord fill me with your power. പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കണം. Holy Spirit fill me. ചിലപ്പോ ഒരു പാട്ടുണ്ട്, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ. എന്ത് തരണം? അമിത ബലം തരണേ. അമിത ബലം വരണം. There is a song that, Lord, as it was in the first century, give me exceeding strength. നമ്മുടെ ലക്ഷ്യം എന്താണ്? What is our goal? നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ ലക്ഷ്യം ലോകത്തിന്റെ ആശയങ്ങളിലേക്ക് ഓടുന്നത് കൊണ്ടാണ് ദൈവത്തിന് വേണ്ടി സമയമില്ല നമുക്ക്. Because we are running after the things of the world, we don't have time for the Lord. നമ്മൾ ഇന്നെന്ന് പറയുന്ന ദിവസത്തേക്കാണ് നോക്കുന്നത്, ഇന്നത്തേക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്. We are living for today. ഇന്നെങ്കിലും എനിക്ക് ജീവിക്കണം. Somehow I need to live. ദൈവം നൽകിയ രക്ഷ ഓർത്താൽ ഇന്നെന്ന് പറയുന്ന ഒരു ദിവസം, ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം നിനക്ക് എങ്ങനെ നിനക്ക് വീട്ടിൽ ഇരിക്കാൻ തോന്നും?
if it is Sunday, how can you even think of staying at ബാക്കിയുള്ള home? ദിവസങ്ങളിൽ പറയും ഞായറാഴ്ച എന്ന് പറയുന്ന ഏത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ പള്ളി പോകുന്ന ദിവസമാണ്. Every Christian goes to church on a Sunday. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ഒരു മതത്തിലും ഇല്ലാത്തതുപോലെ ഒരു അച്ചടക്കം. നിങ്ങൾ കത്തോലിക്കരെ ശ്രദ്ധിച്ച്, മറ്റുള്ള ആൾക്കാരെ ശ്രദ്ധിച്ച്, അവൻ ഞായറാഴ്ച എന്ന് പറയുന്നവർ വേറൊരു കാര്യത്തിനും പോകത്തില്ല. We have such a discipline, unlike any other religion, that Sunday we go to church. നമ്മൾ കാണിക്കുന്ന ഈ നിരുത്തരവാദിത്തപരമായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ അടുത്തതിലേക്ക് കയറ്റിക്കൊണ്ട് പോകാത്തത്. And the indiscipline in our lives prevents us from stepping to the next level. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് പറയും ഡൈവോഴ്സ് ചെയ്യണമെന്ന് ദൈവം എന്നോട് പറഞ്ഞു. And somebody is saying that the Lord told me to divorce. ദൈവം എന്നോട് സംസാരിച്ച് പറഞ്ഞു ഈ സഭ വിട്ടു പോകണമെന്ന് പറഞ്ഞു. The Lord spoke to me to leave the church and go. സഭ വിട്ടു പോകണമെങ്കിൽ ഒന്നാമതായി സഭയ്ക്കകത്ത് വചനം ഇല്ലായിരിക്കണം, എന്നാലേ വിട്ടു പോകാം. If you have to leave the church shouldn't have the word of God. സഭയ്ക്കകത്ത് ആരാധന ഇല്ലാതെ ഇരിക്കണം. The church should not have worship. സഭയ്ക്കകത്ത് ഐക്യത ഇല്ലാതിരിക്കണം. The church should not have unity in the church. സഭയ്ക്കകത്ത് ഡിനോമിനേഷണൽ ഫാക്ടേഴ്സ്, എന്താ പറയുന്നത്, ഈ ഉയർച്ച താഴ്ചകൾ, വ്യത്യസ്തതകൾ, അങ്ങനത്തെ ഒന്നും ഡിവിഷൻസ് ഉണ്ടെങ്കിൽ ആ സഭ കൊള്ളത്തില്ല. If there is discrimination in the church, then the church is not good. അങ്ങനെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവം പറയുമ്പോൾ സഭ വിട്ടു പോയിക്കോളാൻ. When you don't have any of those things in the church, നിങ്ങൾ ഈ വേണ്ടാധീനം പറയുന്നവനല്ല ദൈവം. God never blasphemes. ദൈവം ഒരിക്കലും വേണ്ടാധീനം നിന്നോട് പറയത്തില്ല. God will not blaspheme to you. അതിന്റെ അർത്ഥം ആത്മാവിനല്ല നീ നയിക്കപ്പെടുന്നത്, വേറെ എന്തിലോ ആണ് നീ നയിക്കപ്പെടുന്നത്. If you are hearing such word, you are not led by the Spirit. മൂന്ന് കാര്യങ്ങൾ എന്റെ ആശയത്തിൽ, മൂന്ന് കാര്യങ്ങളാൽ നടത്തപ്പെടുന്നത്. ചിലര് മനുഷ്യരാലാണ് നടത്തപ്പെടുന്നത്. കാരണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ദൈവശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിലരാണെങ്കിൽ സാഹചര്യത്താലാണ് നയിക്കപ്പെടുന്നത്. സാഹചര്യം, വൈകാരികത കയറുക, വികാരി ജനറാളെന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര വികാരം കയറി, പിന്നെ അങ്ങ് കണ്ണിനകത്തെല്ലാം ഭയങ്കര ദേഷ്യവും, ഭയങ്കര വികാരത്താൽ നയിക്കപ്പെടുക. Some people are led by their own emotions. സാഹചര്യത്താൽ വൈകാരികമായി നമ്മൾ നിയന്ത്രിക്കപ്പെട്ടു പോവുക. I was controlled by my own emotions. ചിലർക്ക് സാമ്പത്തികമായ പ്രശ്നമാണ്, സാമ്പത്തികം അവരെ കൺട്രോൾ ചെയ്യും. സാമ്പത്തികം കുറഞ്ഞാൽ ഉടനെ മുഖത്ത് നോക്കിയാൽ അറിയാം, സാമ്പത്തികം ഉയർന്ന ഉടനെ മുഖത്ത് നോക്കിയാൽ അറിയാം. ഈ LIC-കാരന്റെ ചിരിപ്പല്ല ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ. Some people smile when their finances go up and they frown when their നമ്മുടെ finances ഇൻഷുറൻസുകാരൊക്കെ go വീട്ടിൽ down. വരുമ്പോൾ എന്തോ ചിരിയോടെ കൂടി വരുന്നത് എന്ന് വെച്ചാൽ നമ്മളോട് അവർ പറയുന്നത്, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ വീട്ടുകാർക്ക് കിട്ടും. ആർക്കാടാ ഇത് വേണ്ടിയത്? ഞാൻ മരിച്ചിട്ട് വീട്ടുകാരെ അനുഭവിച്ചോളാം. Like the insurance people who say if you die your kin. പിന്നെ അവര് മാറ്റിയത്, അവർക്ക് മനസ്സിലായി ഇങ്ങനെ ചിരിച്ചു കയറി ചെന്നിട്ട് കാര്യമില്ല, അവരെല്ലാം വീട്ടുകാർ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവര് പിന്നെ ഇങ്ങനെ ആക്കിയ സാധനം യുലിപ്പ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം യൂണിറ്റ് ലിങ്ക്ഡ് പോളിസീസ് ഒക്കെ വന്ന് സ്റ്റോക്കിലോട്ട് ഷെയറിലൊക്കെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ്. മരണം ഇവിടെ കിടപ്പുണ്ട്, അത് ഞാൻ പറയത്തില്ല, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്താൽ 9 വർഷം കഴിയുമ്പോൾ ഇത്ര കിട്ടും അത്ര കിട്ടും എന്നൊക്കെ അവർ പറയാൻ തുടങ്ങി. So then they came up with new policies to attract people. അതാ പറയുന്നത്. അത് എന്ന് പറയുന്ന പോലെ ദൈവികമായിരിക്കുന്ന ആത്മാവിൽ നടത്തപ്പെടുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിറച്ചുകൊണ്ടേ നയിക്കത്തുള്ളൂ. Always remember, Holy Spirit will fill us and lead us. ചിലര് നയിക്കപ്പെടുന്നത് പിശാചിനാലാണ്. Some people are led by Satan. Opposite force, ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ശക്തിയാൽ നയിക്കപ്പെടുന്നു. Or they're led by the opposite force that is against God. ഈ സാഹചര്യം നിങ്ങൾ കർത്താവിലേക്ക് മാറ്റിയില്ലെങ്കിൽ ഈ സാഹചര്യം പിശാചെടുത്ത് ഉപയോഗിക്കും. If you don't hand over the situation to the Lord, Satan will make use of it. നിങ്ങളുടെ സമ്പത്ത് കവർന്നുകൊണ്ട് പോകും. He will steal your wealth. നിങ്ങളുടെ ആരോഗ്യം കവർന്നുകൊണ്ട് പോകും. He will steal your health. നിങ്ങൾ കണ്ടില്ലേ, അനാവശ്യമായി ഈ ആശുപത്രിയിലെല്ലാം കൊണ്ട് ചുമ്മാ കാശ് കൊടുക്കേണ്ടി വരും. You will be able to pay money in the hospital unnecessarily. ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയും, വെറുതെ ഗൂഗിളിനകത്ത് വരുന്നതും വാട്സാപ്പിൽ വരുന്നതും ഈ പൊട്ടന്മാരിടുന്നൊന്നും വായിച്ചിരുന്ന് രസിക്കരുത്. കാര്യം അത് നമ്മളൊരു ഗേറ്റ് വേ തുറന്നിട്ട് കൊടുക്കുകയാണ് അതെല്ലാം അകത്തോട്ട് കയറാൻ വേണ്ടി. That is why I say, please don't unnecessarily read what comes in Google. It will come into your mind. ദൈവമുഖം അന്വേഷിക്കുക, ദൈവവചനം വായിക്കുക, ദൈവികമായ കൂട്ടായ്മയിൽ ഇരിക്കുക. ഇതൊന്നും ഒരു ബാധയും നിന്നെ തൊടത്തില്ല. Be in the fellowship of the Lord. Be led by the Spirit of God. No disaster will come near ഒരിക്കൽ your പോലും tent. നമ്മുടെ ഗേറ്റ് വേ എന്ന് പറയുന്നത്, നമ്മുടെ വാതിൽ എന്ന് പറയുന്നത്, വാ ഉപയോഗിച്ച വേണ്ടാധീനം പറയരുത്. Mouth is your gateway. Don't speak unnecessarily. എളിമയിൽ വരാമെങ്കിൽ വന്നോണമേ, താഴാൻ പറ്റുമെങ്കിൽ താണോണമേ, എത്ര കണ്ടു താഴാൻ പറ്റും അത്രയും കണ്ടു നീ താണോണം. How much ever you can humble, please humble yourself. ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. God will lift you. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുന്നവരൊക്കെ ചേർത്ത് പറഞ്ഞു, ദൈവം എന്നെ ഉയർത്തും. If you believe. ഒന്ന് കയറി നിന്ന് നമ്മളെ ആ പാട്ടൊന്നും കാണിച്ചത്. ഈ ആന്തരിക സൗഖ്യം ഒരു വലിയ വിഷയമാണ്. ഞാൻ സാധാരണ എടുക്കുന്നതാണ്.
ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. ആന്തരികമായിരിക്കുന്ന സൗഖ്യം നമുക്ക് ലഭിക്കണം. I always touch upon this topic of inner ഇന്ന് എനിക്കത് ഇലാബറേറ്റ് ചെയ്ത് പറയാനൊന്നും ഒക്കത്തില്ല. എങ്കിലും ഞാനൊരു ഈ പാട്ടിനകത്തൂടെ നിങ്ങളെ അതൊന്ന് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. I would like to make you hear through this song what it means to have inner healing. ഇത് വാസ്തവമായിട്ടും ഈ പാട്ടൊരു ഭയങ്കര ശക്തമായിരിക്കുന്ന പാട്ടാണ്. ആണോ? It's F, I think. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. അമ്മതൻ ഉദരത്തിൽ ഞാൻ കിടന്നപ്പോൾ അമ്മയിൽ ഭവിച്ച തിന്മകളെന്നിലുണ്ടെങ്കിൽ, അമ്മതൻ ഉദരത്തിൽ ഞാൻ കിടന്നപ്പോൾ അമ്മയിൽ ഭവിച്ച തിന്മകൾ എന്നിലുണ്ടെങ്കിൽ, അവയെല്ലാം നീക്കി എന്നിൽ മോചനം നൽകൂ. നിന്റെ ദിവ്യസ്പർശനത്താൽ സൗഖ്യവും നൽകൂ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ഗർഭത്തിൽ ഭ്രൂണമായി വളർന്ന കാലം അമ്മയിൽ വന്നതാം കോപനീരസം, ഗർഭത്തിൽ വളർന്ന കാലം അമ്മയിൽ വന്നതാം കോപനീരസം, വൈര്യവും വെറുപ്പുമെന്നിൽ നിറച്ചുവെങ്കിൽ, സർവരോഗമോചക സൗഖ്യമേകണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ഞാൻ പിറന്ന സ്വന്തം വീട്ടിൽ വളർന്ന പ്രായം അന്നെനിക്കു ലഭിക്കേണ്ട സ്നേഹവാത്സല്യം, ഞാൻ പിറന്ന സ്വന്തം വീട്ടിൽ വളർന്ന പ്രായം അന്നെനിക്കു ലഭിക്കേണ്ട സ്നേഹവാത്സല്യം, പുൽക്കൂട്ടിൽ പിറന്നതാം ഉണ്ണിയേശുവേ, നിന്റെ സ്നേഹവാത്സല്യം നൽകിടൂ എന്നിൽ. വിദ്യ തേടി സ്കൂളിലാദ്യം പോയ നാളതിൽ ഒരിക്കലും കണ്ടിടാത്ത ഗുരുഭൂതത്വം, ശിക്ഷണങ്ങളേറ്റു ഞാൻ തളർന്നുവെങ്കിൽ, ഗുരുഭൂതയേശുവേ രക്ഷയേകണമേ. കൗമാരപ്രായത്തിൽ ഞാൻ കടന്നപ്പോ എന്റെ മേൽ വന്ന
നന്മ പൂരിത സർവം തൊട്ടു നീക്കണമേ. യൗവനത്തിൻ തിളപ്പിൽ ഞാൻ ചിന്തയില്ലാതെ കൗമാരമോഹവലയത്തിൽ വീണുലഞ്ഞപ്പോ, യൗവനത്തിൻ തിളപ്പിൽ ഞാൻ ചിന്തയില്ലാതെ കാമമോഹവലയത്തിൽ വീണുലഞ്ഞപ്പോ, ആ കുറ്റബോധങ്ങൾ രോഗമായെങ്കിൽ നിന്റെ ദിവ്യ സ്നേഹത്താൽ സൗഖ്യമേകണമേ. ആ കുറ്റബോധങ്ങൾ രോഗമായെങ്കിൽ നിന്റെ ദിവ്യ സ്നേഹത്താൽ സൗഖ്യമേകണമേ. അച്ഛനമ്മയിൽ നിന്നും സ്നേഹമില്ലാതെ ആർക്കും എന്നെ ഇഷ്ടമില്ല എന്ന തോന്നലും ആദിയും വ്യാധിയും വിതച്ചുവെങ്കിൽ ആശ്വാസദായക സൗഖ്യമേകണമേ. നീ എനിക്കു ജീവിതത്തിൽ തുണയായി തന്ന ഇണയെ നിൻ സന്നിധിയിൽ സമർപ്പിക്കുന്നു. Please pray for your spouse. നീ എനിക്കു ജീവിതത്തിൽ തുണയായി തന്ന ഇണയെ നിൻ സന്നിധിയിൽ സമർപ്പിക്കുന്നു. Listen. പരസ്പരം കുറവല്ല ക്ഷമിച്ചാമോദം നിൻഹിതമ്പോൾ ജീവിക്കാൻ ശക്തിയേകണമേ. പരസ്പരം കുറവല്ല ക്ഷമിച്ചാമോദം നിൻഹിതമ്പോൾ ജീവിപ്പാൻ ശക്തിയേകണമേ. ഈ ഉലകിൽ നഷ്ടമായ സ്നേഹമൊക്കെയും ഈ നിമിഷം ചൊരിഞ്ഞെന്നെ ധന്യമാക്കണേ. ഈ ഉലകിൽ നഷ്ടമായ സ്നേഹമൊക്കെയും ഈ നിമിഷം ചൊരിഞ്ഞെന്നെ ധന്യമാക്കണേ. നിന്റെ സ്നേഹസാഗരത്തിൽ മുങ്ങിടട്ടെ ഞാൻ. നിത്യമായ മോചനം നേടിടട്ടെ ഞാൻ. നിന്റെ സ്നേഹസാഗരത്തിൽ മുങ്ങിടട്ടെ ഞാൻ. നിത്യമായ മോചനം നേടിടട്ടെ ഞാൻ. ആന്തരിക സൗഖ്യമേക നീ പറയണമേ. ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ പറയണമേ. ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ദാവീദിൻ സുതനേ എന്നിൽ കനിവു തോന്നണമേ. ഇത് കർത്താവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ അവസ്ഥകളിൽ കൂടി നമ്മൾ സഞ്ചരിച്ചു. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഗർഭത്തിൽ ഉരുവാക്കിയപ്പോൾ അമ്മയുടെ ചിന്ത വന്നു, ഈ കുഞ്ഞു വേണ്ടായിരുന്നു. When your mother conceived you in her womb, she thought that this child is unwanted.
അൺഎക്സ്പെക്ടഡ് ടൈമിലായിരിക്കും നിങ്ങൾ ഉണ്ടായത്. Maybe you were conceived at an unexpected time. ഒരിക്കലും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായതായിരിക്കത്തില്ല നിങ്ങൾ. Maybe you were not planned by your They parents. wanted to terminate you. നിന്നെ വേണ്ടെന്ന് അവർ വിചാരിച്ചു. Maybe they wanted to terminate you. ദൈവം നിന്നെ കൺമണി പോലെ കണ്ടത്. But the Lord has seen you. നീ വളർന്നു വന്ന സാഹചര്യത്തിൽ എന്തെല്ലാം വേണ്ടാതീനങ്ങളാ പഠിച്ചത്. When you grew up, you went into so ദൈവം much നിന്നെ of trouble. തള്ളിക്കളഞ്ഞില്ല, ദൈവം നിന്നെ കൺമണി പോലെ സൂക്ഷിച്ചു. The Lord did not reject you, He took you as നീ an apple സ്കൂളിൽ of His eye. ചെന്നപ്പോൾ നിനക്ക് വേണ്ടി നിന്നെ അപമാനിച്ചു കൂട്ടുകാരുടെ മധ്യത്തിൽ. ആമേൻ. നിങ്ങളുടെ ടീച്ചേഴ്സ് അപമാനിച്ചില്ലേ? When you went to school, your teachers, your friends insulted you. ബുദ്ധിയില്ലാത്തവനെ, കഴുതേ, നാണം കെട്ടവനെ, ഇന്ന് നീ പഠിക്കാതെ വന്നു ചോദിച്ച് എത്രയോ പ്രാവശ്യം നിന്നെ How അപമാനിച്ചിട്ടുണ്ട്. many times your teacher said, "You fool, you didn't study even today." നിനക്ക് സാഹചര്യങ്ങൾ മോശമായിരുന്നപ്പോഴും ദൈവം നിന്നെ കൺമണി പോലെയാണ് കണ്ടത്. Even when your situations were bad, the Lord took you as an apple of His കൗമാരപ്രായത്തിലേക്ക് നിന്റെ ശരീരത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടായപ്പോൾ നിന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? In your adolescence, when your body changed, people stared at you. നിന്നെ കാമത്തോടു കൂടി നോക്കിയവരും കാണുമായിരിക്കാം. Maybe there were people who looked lustfully ദൈവം at you. നിന്നെ സ്നേഹത്തോടു കൂടിയാ But നോക്കിയത്. the Lord looked at you with love. സാഹചര്യങ്ങൾ സാമൂഹ്യപരമായും എല്ലായിടങ്ങളിലും നിനക്ക് അപമാനമേറ്റപ്പോൾ ദൈവം നിന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ When you സൂക്ഷിച്ചു. were insulted in every front, the Lord, you were the apple of വിവാഹം His കഴിച്ചപ്പോൾ എത്ര കുത്തുവാക്കുകൾ പരസ്പരം ചൊരിഞ്ഞിട്ടുണ്ടായിരിക്കാം. eyes. When you got married, how many accusing words you spoke മണ്ട against മണ്ടി each other. എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചു കാണുമായിരിക്കാം വീട്ടിനകത്ത് തന്നെ. Maybe even in your home, they said foolish. ദൈവം ഒരിക്കൽ പോലും നിന്നെ നോക്കി നീ ഒരു മഠയനാന്ന് പറഞ്ഞിട്ടില്ല, മഠിയാന്ന് പറഞ്ഞിട്ടില്ല. The Lord never considered you as a fool. ദൈവം പറഞ്ഞു നീ എന്റെ കണ്ണിന്റെ മണിയാണ്. The Lord said, "You are the apple of my You eyes. are my apple of eye. എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാകുന്നു നീ. You are the apple of my eyes." ഹല്ലേലൂയ. Hallelujah. ദൈവം ഇന്നും ആഗ്രഹിക്കുകയാണ് നിന്നെ അതുപോലെ നടത്തുവാൻ. The Lord wants to lead you that way even today. എവിടെ ഈ വേദനകളെല്ലാം ഇറക്കി വെക്കണം? Where do you want to lay down your അവിടെ പല burdens? രോഗങ്ങളുടെയും പുറകിൽ കിടക്കുന്നത് അപമാനങ്ങളാൽ രോഗങ്ങൾ ഉണ്ടായി വരുന്നു. Many sicknesses are caused by insult. പല സാഹചര്യങ്ങളാണ് നിന്നെ സമ്പന്നതയിൽ കൊണ്ടുവരാത്തത്. Many situations is preventing you from stepping into the richness of ചിലർ the അതിനകത്ത് Lord. രസിച്ചു തന്നെ പോകും. ആത്മീയതയിൽ ചർച്ചിനകത്ത് വന്നാലും അതിൽ തന്നെ തുടർന്നങ്ങ് പോവുക. Some people are finding comfort in the situation and continue ഇവിടെയാണ് in it. നിന്നെ എതിർക്കുന്ന ശക്തികൾ നീ തുറന്നിട്ടിരിക്കുന്ന വാതിലിനകത്തോട് അകത്ത് കയറും. That is how through these loopholes opposing forces will get into you. ദൈവവചനം കേൾക്കാതിരിക്കാൻ നിനക്ക് ക്ഷീണം കൊണ്ടിടും. The enemy will put tiredness in you so you don't hear the മനസ്സിലാകുന്നുണ്ട്? word of God. ഇപ്പോൾ നീ അത് കേട്ടാൽ വിടുതൽ പ്രാപിക്കുമെന്ന് അവൻ അറിയാമെന്നുണ്ട്. ഈ ലോകത്തിന്റെ പ്രഭു നിന്റെ കണ്ണിനെ കുരുട്ടാക്കി വെക്കും. The prince of this world will blind you from hearing the word. 2 കൊരിന്ത്യർ 4:4 എഴുതിയിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭു, the lord of this world, ഈ ലോകത്തിന്റെ പ്രഭു നീ അത് കേൾക്കല്ലെന്ന് അവൻ ആഗ്രഹം. The prince of the world do not want you to hear the word of God. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടില്ലേ ശരീരം ക്ഷീണിച്ചു പോകുന്നില്ല, ഉറങ്ങിപ്പോകുന്ന കണ്ടില്ലേ? That is why your body is tired, you're sleeping. വേണ്ടാന്ന് വെക്കുന്ന കണ്ടില്ലേ? That is why you said this is not needed. കാര്യം കർത്താവിന്റെ ശക്തിയുള്ള വചനം നിന്നെ പിടിച്ചിരിക്കുന്ന കരാള ഹസ്തങ്ങളിൽ നിന്നെ അത് പുറത്തുകൊണ്ടിരിക്കുക. Because the powerful word of the Lord bring you out of the clutches of the enemy. ഹല്ലേലൂയ. Hallelujah. ദൈവത്താൽ നയിക്കപ്പെടുന്നവന് 3 തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. 3 things happen to those who are led by അവന് എപ്പോഴും കിട്ടുന്ന പ്രോംപ്റ്റിംഗ് ഉണ്ടാകും, ദൈവിക പ്രേരണ ഉണ്ടാകും. they get a prompting from the Lord. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രേരണകൾ അവനുണ്ടാകും. They get a prompting for 2 രാജാക്കന്മാർ 4-ാം അധ്യായം നിങ്ങൾക്കറിയാമായിരിക്കും. ആദ്യം കാണുന്നത് ഒരു സ്ത്രീക്ക് ഒന്നുമില്ലായിരുന്നു, കടത്തിൽ കിടക്കുന്ന ഒരു എലീശ പ്രവാചകൻ അവൾക്ക് വേണ്ടുന്ന ആലോചനകളെ പറഞ്ഞു കൊടുക്കുന്നു. 8-ാമത്തെ വാക്യം തൊട്ട് 37-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ആദ്യത്തെ 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കാം. അത് വായിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. In 2 Kings we read about the widow of the How disciple God of the will prophet. prompt you. ദൈവം എങ്ങനെയാണ് നിന്നെ പ്രേരിപ്പിക്കുന്നത്? How God prompted her. ഒരു ദിവസം ഏലിശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളികമുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക. ദൈവം എങ്ങനെയാണ് പ്രോംപ്റ്റ് ചെയ്യുന്നത് കണ്ടില്ലേ? See how the Lord is prompting this woman. അവർ ഉടനെ തന്നെ ഈ എലീശ എന്ന് പറയുന്ന ഈ ദൈവപുരുഷന് വേണ്ടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവന് താമസിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്? ഒരു വീട് പണിയുകയാണ്,
ഒരു മാളികമറി പണിക മാത്രമല്ല, അവനൊരു കട്ടില്, ഒരു മേശ, ഒരു നാൽക്കാലി, ഇരിക്കാനുള്ള ചെയർ, നാൽക്കാലി, ഒരു നിലവിളക്കം വരുമ്പോൾ അവൻ ഇരുട്ടത്തിരിക്കരുത്, വെളിച്ചമുണ്ടായിരിക്കണം. അവന് ഇരിക്കാൻ എന്തെങ്കിലും വേണം, അവന് എന്തെങ്കിലും ചെയ്യാൻ ഒരു മേശ വേണം, അവന് കിടന്നുറങ്ങുവാൻ ഒരു എന്തെല്ലാം. ഹൗ ദ ലോർഡ് ഈസ് പ്രോംപ്റ്റിംഗ് യു. അണ്ടർസ്റ്റാൻഡ്? ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവിനാലാ നീ നയിക്കപ്പെട്ട് നിറച്ച് ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആലോചനകൾ നിന്നെ നടത്തും. You see how this woman was led to make a room for him, put a bed there, put a table there, put the chair and a lampstand. If you are led by the Spirit of God, you will be led by. ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീയാണ് ശൂനേംകാരത്തി സ്ത്രീ, ഒരു പരിചയമില്ലാത്ത. പക്ഷേ നോക്കണമേ, നിന്റെ വീട്ടിൽ വരുന്ന അനർത്ഥങ്ങളെ ദൈവം മുന്നിലേ കാണും. You see, the Lord sees the trouble that is ahead of you and prepares you. അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തത് കൊണ്ടല്ലേ എലീശ അവിടെ താമസിച്ചത്. And because she made a way, that way the prophet stayed there. എന്താ സംഭവിച്ചു? മുമ്പോട്ട് നിങ്ങൾ വായിച്ചു പോകുമ്പോൾ ഈ മകൻ മരിച്ചു പോവുകയാണ്. And we read ahead, we see the child dies, son dies. വല്ലതും നടക്കുന്നതിന് മുമ്പേ when you get prepared, നീ ഒരുക്കപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ ആപത്തനർത്ഥങ്ങളെ ദൈവം തന്നെ എടുത്തു മാറ്റുന്നു നീ കാണേണ്ടതായിട്ട്. When you are prepared before the danger, the Lord himself will remove it. Amen. Hallelujah. Hallelujah. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കുഞ്ഞു മരിക്കുന്ന ഉടനെ എലീശ ചെയ്യുന്ന കാര്യങ്ങൾ, അവന്റെ മേൽ കിടന്ന് ശ്വാസത്തെ കൊടുത്ത്, ആ ശ്വാസം മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ അല്ല, ദൈവത്തിന്റെ ശ്വാസത്തെ അവന്റെ മേൽ പകർന്നു. And you know that when the son dies, Elisha lies on him and mouth to mouth respiration, the breath of God goes into him and he comes alive. ആപത്ത് വരുമ്പോഴല്ല ദൈവപുരുഷന്റെ ആവശ്യം, ആപത്ത് വരുന്നതിന് മുമ്പേ തന്നെ നീ ദൈവപുരുഷനെ ഒരുക്കിയാൽ ദൈവത്തെ ഒരുക്കുന്നതിന് തുല്യമായി തീരും. If you prepare the man of God even before the danger comes, you are preparing the Lord to work in your situation. Please pray. അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, ദൈവമേ എന്നെ ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത്, എന്നെ പ്ലീസ് പ്രോംപ്റ്റ് മീ ടു പ്രേ, പ്രാർത്ഥിക്കാൻ എന്നെ ഒന്ന് പ്രേരിപ്പിച്ച്. I want to help someone. ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ എന്നെ പ്രേരിപ്പിച്ച്. Ask the Lord, sit there and pray, Lord, give me promptings from you, help me to pray for someone, help someone in need. ദൈവം ഇടപെടുമെന്ന്, ദൈവം നമ്മളോട് എല്ലാം ഇടപെടുന്നതാണ്. God will intervene in all of us. ക്ലാരിറ്റി ഉണ്ടാകണം, ദൈവമാണ് ഇത് സംസാരിക്കുന്നത്. We need to have clarity in നമുക്ക് hearing. ബുദ്ധിയുള്ളതുകൊണ്ട് തോന്നലുകൾ വരാം, തോന്നല്ലാന്ന് ഇത് ഉണ്ടാക്കിയത്. ഈ ശൂന്യംകാരത്തി സ്ത്രീ തോന്നല്ലാന്ന് ഉണ്ടാക്കി. ഒരു മുറി അങ്ങ് പടന്നേക്കാം, ഒരു കസേര ഇട്ടേക്ക്, ഒരു കട്ടിലിട്ടേക്ക്, തോന്നലല്ലോ. ദൈവിക പ്രേരണ, നാളെ വരുന്ന ആപത്തനർത്ഥങ്ങൾ ദൈവം കാണുകയാണ്. God sees the danger ahead and prompts the woman to prepare a room and a place for the prophet. ഒന്ന് ദൈവിക പ്രേരണയാണെങ്കിൽ രണ്ട് ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ ആത്മാവിനാലാ നീ നടത്തപ്പെടുന്നെങ്കിൽ ദൈവികമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ, സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് വിൽ ഫോളോ. You will receive simple instructions from the Lord. ദൈവികമായിരിക്കുന്ന ശുശ്രൂഷക്കാരെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. That is why God has given you ministers. നിങ്ങൾ വിചാരിക്കും, എന്തിനാ ഒരു ചർച്ച, എന്തിനാ ഒരു പാസ്റ്റർ, എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ, ശുശ്രൂഷകർ എന്തിനാണ്? You might think, why a pastor, why a minister? ലളിതമായ നിർദ്ദേശങ്ങൾ അവർ നിനക്ക് നൽകി തരും. They will give you simple instructions. ഇപ്പൊ നിങ്ങൾ നോക്കി, അടുത്ത ആഴ്ച എല്ലാവർക്കും എന്തുകൊണ്ടെന്ന് സദ്യ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ലളിതമല്ലേ? It's a simple instruction. Next week you have a feast. അത് വേണേ കഠിനമാക്കാം. I can make it hard. നിങ്ങൾ വരുന്നവരെല്ലാം വീട്ടിൽ നിന്ന് ഒരു വാഴയിലും വെട്ടി അവരവർക്കൊണ്ടുള്ള ചോറും ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞിരുന്നത്, നിങ്ങൾ പലരും പേരും പക്ഷേ നാളെ ഇച്ചിരി അസൗകര്യമുണ്ട് വരാനെന്നൊക്കെ പറഞ്ഞു. But if I say that all of you come, bring your own banana leaf and bring your own rice, you will say, Pastor, ഞാൻ പറയുന്ന ശനിയാഴ്ച തൊട്ടേ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം, ഞായറാഴ്ച ഇതെല്ലാം കഴിക്കാൻ വേണ്ടി. I would say fast from Saturday so you can eat it all on എന്റെ Sunday. സഭയെ എനിക്ക് ഒരുക്കുന്ന വിരുന്നിനകത്ത് എനിക്ക് പങ്കെടുക്കണമെന്നേ. My church is preparing a feast. I want to അതാ participate. ബിലോങ്ങിങ് എന്ന് പറഞ്ഞു. എനിക്ക് ഒരു ആത്മബന്ധമുണ്ട്. I have a spiritual നിന്റെ relationship. പുറകിൽ പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്നത്, ഇതിന്റെ പുറകിലുള്ള ആലോചന, ഈ പ്രോംപ്റ്റിങ്ങിനകത്ത് വന്ന ഒരു നിർദ്ദേശം തന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ ഇതിന്റെ പങ്കുകാരനായിട്ടിരിക്കണം. I want to be a part of it. ഹല്ലേലൂയ. Hallelujah. ഈ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് എടുക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ കൂടെ എടുക്കത്തില്ല. There are people who reject it. ഈ എനിക്കറിയാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഈ ദൈവസഭയ്ക്കകത്ത് ചർച്ചിനകത്തൊക്കെ വരുന്ന പലർക്കും പെട്ടെന്നുണ്ടാകുന്ന ഒരു സെൽഫ് സാധനമാണ്. അറിയാതെ എനിക്കറിയാം, അതിനോ Unknowingly you think that you know it all. ഞാൻ പലരെയും പല കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. നിർദ്ദേശം I instruct people in എന്റെ certain ഇത്രയും things. നാളത്തെ മിനിസ്ട്രിക്ക് ഞാൻ പലരോട് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശം സ്വീകരിക്കാത്തവരോട് ഞാൻ പിന്നെ അതിന്റെ പുറകെ പോകത്തില്ല. If you don't receive my instruction, I don't go behind them. കാര്യം അങ്ങനെ അല്ല ശ്രമിക്കുക. ആരാണ് ഈ സംസാരിക്കുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ നീ നിന്റെ ഹൃദയത്തെ തുറക്കണം.
If you know who is speaking, you must കാര്യം അതിനകത്ത് ഒരു know. ലളിതമായിരിക്കും നിർദ്ദേശമായിരിക്കും. ആ നിർദ്ദേശം നീ പാലിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകും, ഒരു വിസ്ഫോടനമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നീ കയറി പോകും. If you obey the instruction, you will get into an explosion level. നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് കേട്ടിട്ട് തലകുലുക്കാൻ എളുപ്പമാണ്. ഇത് തലകുലുക്കാൻ എളുപ്പം, നല്ല സൗകര്യം. നമുക്ക് എല്ലാവരും നോട്ടൊക്കെ എഴുതി എല്ലാം എടുത്ത് നല്ല രസമായിട്ടിരിക്കാം. It's easy to hear and nod your ചെക്ക്. head. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇന്ന് ഈ പറഞ്ഞ കാര്യം ഞാൻ പാലിച്ചോ? Have I listened and obeyed what is spoken എവറി today? വീക്ക് യു ചെക്ക്. ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചു. കഴിഞ്ഞ മെസ്സേജിനകത്ത് പറഞ്ഞപ്പോൾ എത്ര കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി. In last message, whatever is spoken, how many things കഴിഞ്ഞ I've മാസം done? പറഞ്ഞ ഈ മെസ്സേജിനകത്തൊക്കെ എന്നോട് എത്രയോ നിർദ്ദേശങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു, How ഇടപെട്ടു. many instructions the Holy Spirit gave me have I followed? ഞാൻ എത്രണ്ണം അത് പ്രാവർത്തികമാക്കി. How many of them are made practical? ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷിയായി നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. That is when you become the true witness of the Lord. വീഴ്ച വന്നാലും പഠിക്കാതിരിക്കുന്നത് ഒരു ഈഗോയുടെ ഒരു പ്രശ്നമാണ്. ഒരു സെൽഫ് കയറി നിൽക്കുന്നത്. എത്ര വീണാലും പഠിക്കത്തില്ല. അത് പിന്നെ വീഴുക എന്ന് പറയുന്ന ഒരു സ്റ്റൈലാക്കി അങ്ങ് മാറ്റും. ഒന്ന് വീഴുന്നത് രസമായിട്ട് തോന്നും. People who keep on falling and not willing to learn is a sign of ഞാൻ pride. പലപ്പോഴും പറയും, ഈ മദ്യപാനം എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു ഇടപാടാണ്. മദ്യപാനം, Alcoholism is one such. ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവസഭയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. മദ്യപിച്ചിട്ട് ദൈവസഭയ്ക്കകത്ത് ഇരുന്നില്ല ആരും അറിയാനൊന്നും പോകുന്നില്ല. You can be drunk and become to the church, പക്ഷെ നിങ്ങളെ തന്നെ കൊല്ലുകയാണ്. but you are killing yourself. സ്ലോ പോയിസണിങ് ആണ്. അല്പമായ വിഷം അകത്തു വന്ന് നീ ചത്തുപോകും. This little poison is slowly കാര്യം എത്രയോ poisoning you. പ്രാവശ്യം നിനക്ക് നിർദ്ദേശം ലഭിച്ചു. How many times you received instructions? സിനിമ കാണുന്നതിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. സിനിമ കാണുന്നത് പാവമൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ സിനിമ നീ റെഗുലറായി നീ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സ് മുഴുവനും മാറിപ്പോകും. I'm not saying watching a movie is a sin, but if you're regularly watching, you're spoiling your mind. കോവിഡ് സമയത്ത് ഒത്തിരി TV ഒക്കെ ചുമ്മാ സൗജന്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കണക്ഷൻ എടുത്ത് വെച്ച് ഇരുന്ന് വായുമ്പോൾ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നീ എന്ത് ആത്മീയത നിനക്കുണ്ടാകുന്നു? ഒന്നും ഉണ്ടാകത്തില്ല. You will not grow spiritually if you're keeping on watching movies. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനോട് ബന്ധപ്പെട്ടതാണോ? If you are connected to the Holy Listen to me. Spirit, ദൈവത്തിന്റെ ആത്മാവിനോട് ബന്ധപ്പെട്ടാണെങ്കിൽ നിന്നിലെ വിഷാദം മാറും. your depression will go. പിന്നെ ഇന്നർ വൂൺസ് എന്ന് പറഞ്ഞ അകത്തുള്ള ആന്തരിക മുറിവുകളുടെ ഒരു സാധനമാണ് വിഷാദ രോഗം, സാഡ്നസ്. Sadness or depression is connected to അടുത്തതാണ് your inner healing. സ്വയപരിതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് പിറ്റി. ഒത്തിരി ആൾക്കാർക്ക് കൊണ്ട് എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ചെയ്ത ഒന്നും ശരിയാകത്തില്ല. സെൽഫ് പിറ്റി. എന്നോട് തന്നെ എനിക്ക് ഒരു ബോധം തോന്നില്ല. Some people do not like themselves. ചിലർക്കാണെങ്കിൽ സെൽഫ് ഹേറ്റ്രഡ്, സ്വയ വിദ്വേഷം. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. Some people hate themselves. ഇങ്ങനെ പറയത്തില്ലേ, എൻ്റെ അടുക്കം വന്ന് പറയില്ലേ എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുക, അന്നേരം സെൽഫ് ഹേറ്റ്രഡ്. Some people are into self-hatred. മറ്റുള്ളവർക്ക് തളർച്ച, ഡിപ്രഷൻ. എന്തോ പറഞ്ഞ എത്ര നമ്മൾ ഉത്സാഹിപ്പിച്ചാലും പിന്നെ നടുങ്ങിയിരിക്കുന്നതാണ്. How much ever you encourage, they are in depression. ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഒന്ന് ഉണർന്നിരുത് ഇങ്ങനെ തളർച്ച. No matter how much I exhort you, you are tired. വികാരമില്ലായ്മ മറ്റൊരു കാര്യമാണ്. എന്തോ പറഞ്ഞാലും പാലം കുലുങ്ങിയാലും നമ്മൾ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല, ഒറ്റപ്പെടുക. കല്ലിന് കാറ്റ് പിടിച്ചോല്ലോ, അല്ലെങ്കിൽ ഇരുമ്പ് പിടിക്കുന്ന പോലെ ഒറ്റ ഇരിപ്പ്. Some people are emotionless irrespective of what happens. ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന മറ്റൊരു സംഭവമാണ്. ഇൻഫീരിയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഞാൻ ഒന്നുമില്ല, കുറവുണ്ടെന്നുള്ള ഒരു മനോഭാവത്തിൽ ജീവിക്കുക. Inferiority complex. മറ്റു ചിലതാണ് ഇൻസെക്യൂരിറ്റി, സുരക്ഷിതമില്ലായ്മ. എനിക്കെന്താ പറയുക, എല്ലാത്തിനും പേടിയാണ്, ഞാൻ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ള ഒരു ജീവിതത്തിൽ ഒന്നും ചെയ്യത്തില്ല, മുമ്പോട്ട് കയറി പോകത്തില്ല. Those who are insecure, they don't do anything. മറ്റു ചിലർക്കാണ് ഏകാന്തത, ലോൺലിനെസ്. Some people have loneliness. ഏകാന്തതയിൽ ജീവിക്കുക. ഒരു മുറിക്കകത്ത് കയറി ലൈറ്റ് ഒന്നും ഇടാതെ കഥ അടച്ച് ഇങ്ങനെ ഇരിക്കുക. They get into a room, they close the door. ഞാൻ എപ്പോഴും പറയും, നീ ഇരിക്കുന്ന മുറി എപ്പോഴും ശ്രദ്ധിച്ചോണം, വിശാലമായ മുറിക്കകത്തേ ഇരിക്കാവും. Please sit in a big room. ആ മുറി വലുതല്ല, നീ വെളിയിൽ ഇറങ്ങിയിരുന്നോണം. If the room is not good, കുടുസായ മുറിക്കകത്തിരുന്ന നിന്റെ ചിന്തകൾ കുടുസായി പോകും. if you are sitting in a small room, your thinking നാരോയിങ് also will be narrow. അങ്ങ് ചെറുതാക്കി കളഞ്ഞിനെ, ഒന്നുമില്ലെന്ന് വിചാരിക്കും. You think there is nothing. ആമേൻ. ആൻസൈറ്റി, ഉത്കണ്ഠ. എന്തോയി തീരും, നാളെ എന്തോയി തീരും, ദൈവമേ നാളെ ചർച്ചിൽ പോണം, എന്തോയി തീരും. Always anxious. ചിലരുടെ ഉത്കണ്ഠ എന്നാണ്, ദൈവമേ നാളത്തെ കഞ്ഞിക്ക് പയർ കൊണ്ടിട്ട് ഉപ്പ് കൂടുതലായിരിക്കുമോ. ഇപ്പോഴേ അങ്ങ് ചിന്തിക്കുക. നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നത്? ആരെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് എന്തെങ്കിലും വരട്ടെ. ആരായിരിക്കും നാളെ ഇനിയും പയർ കൊണ്ടിരുന്നു? ഉത്കണ്ഠ. You're anxious who is going to make fire tomorrow. ചിലർക്ക് ബിറ്റർനെസ്, അൺഫോർഗിവ്നെസ്, ബിറ്റർനെസ്, കയ്പ്, ക്ഷമിക്കാൻ കഴിയുന്നില്ല. അവർ ഇന്നാളെ ഞാൻ അങ്ങോട്ട് ചിരിച്ചിട്ട് അവർ ചിരിച്ചില്ല, ഈ മേല ഇനി അവരെ നോക്കത്തില്ല. You are upset about people offending ക്ഷമിക്കാൻ you. വയ്യ, മറക്കാൻ വയ്യ. ഇതെല്ലാം എന്താണെന്നറിയോ, അകത്തെ മുറിവുകളാ കേട്ടോ.
This is all inner wounds. ചിലർക്ക് envy, jealous, അസൂയ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അങ്ങാവും. ഓരൊക്കെ വലിയ ആൾക്കാർ, Somebody does something, you become jealous. ഓരൊക്കെ വലിയ ആൾക്കാർ, അവർക്ക് വലിയ പാട്ടുകാരും ഒക്കെ ഭയങ്കര, നമ്മളെങ്ങനെ ഉള്ളു. You think that you're good for nothing. അസൂയ, You are jealous. അസൂയ. എന്റെ സഹോദര, ഇന്ന് നിങ്ങൾ ആ പാടിയുണ്ടല്ലോ, എന്നെ ചലിപ്പിച്ചു. Brother, അതിന്റെ അർത്ഥം എന്താ? നിനക്ക് ഒരു അസൂയയുമില്ല. കുറെ പ്രസംഗക്കാരങ്ങ് ഇറങ്ങിയേക്കുവാ ഇപ്പൊ. കേട്ടിട്ടില്ലേ? നിങ്ങൾ ചുറ്റുവട്ടങ്ങൾ കേട്ടില്ലേ? കുറെ പ്രസംഗക്കാർ ഇപ്പൊ ഇറങ്ങിയിരിക്കുക. എന്നാന്നാ അവനിട്ടേക്കുന്നത്? അസൂയ അല്ല എന്തോ. ചിലർക്ക് കോപം, മുറിവിൽ നിന്ന് വരുന്ന കോപം, ചുമ്മാ ഒന്ന് തൊടുന്നതിന് മുമ്പേ പൊട്ടിത്തെറിക്കും. ഒന്നും മിണ്ടാൻ ഒക്കത്തില്ല. അതിന് മുമ്പേ അവര് പൊട്ടിത്തെറിച്ച് ആകപ്പാടെ. ആങ്കർ കൺട്രോളബിൾ അല്ല. ഞാൻ പറയുന്നത്, ദേഷ്യം പോകാൻ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 10 തൊട്ട് പുറമോട്ട് 0 വരെ എണ്ണുക. 10, 9, 8, 7, 6. ഞാൻ അങ്ങനെ എന്റെ കളഞ്ഞു കേട്ടോ. കർത്താവിനെ സഹായിച്ചു. ഇവിടെ ഇരിക്കുന്ന ദേഷ്യമല്ല, ഇവിടെ ഇരിക്കുന്ന ദേഷ്യം എന്തോ എനിക്ക് കാണത്തുമില്ല. അങ്ങനെ നോക്കി ഞാൻ ഇങ്ങനെ ആയത്. ദേഷ്യം നോക്കാൻ പോയതാ. Anger was on the tip of my nose. ചിലരുടെ റിക്വസ്റ്റ് പ്രകാരം ഒന്നുകൂടെ കാണിക്കാം. ദേഷ്യം. Anger was on the tip of my nose. അപ്പോൾ നമ്മൾ മിണ്ടിപ്പോരുത്. Then you അടുത്തുകൂടെ പുള്ളി എന്നെ ദൈവമാണ്. ദേഷ്യം കൊണ്ട് പൊട്ടിത്ത് ആകെപ്പാടെ ഭയങ്കര. വീട്ടിലിനി പിൻ ഡ്രോപ്പ് സൈലൻസ്. പുള്ളി അങ്ങ് ഭയങ്കര മിലിറ്ററി സാധനമൊക്കെ ഇറങ്ങി വരും. പിൻ ഡ്രോപ്പ് സൈലൻസ്. മുട്ടുസൂചി താഴെ വീണ് കഴിഞ്ഞാൽ കിലുക്കാന്ന് കേൾക്കണം. തോലങ്ങാക്കുകള്. ഞാനൊരു അപ്പനായി, 3 പിള്ളേരുടെ അപ്പനായി എന്ന് പറയാം. പട്ടാള ഭരണം വീട്ടിൽ നടക്കത്തില്ല. ഒറ്റ ഭരണമേ നടക്കത്തുള്ളൂ, ദൈവിക സ്നേഹത്തിന്റെ ഭരണം. നിങ്ങളൊരു നല്ല അപ്പനോ അമ്മയായി തീരണമെങ്കിൽ നിങ്ങൾ സ്നേഹത്തെ തുറന്നു വിടണം. If you want to be a good father and It's mother, not easy. open up ഞാൻ God's പറയുന്നില്ല love. എളുപ്പമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ പ്രാക്ടീസ് ഫ്രം നൗ. ഇന്ന് തൊട്ട് അത് തുടങ്ങുക. I'm not saying തൊടുന്നതിനും പിടിക്കുന്നതിനെല്ലാം കുറ്റം കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് സ്നേഹം വരത്തില്ല. don't find mistakes in every little thing. Love will not നമ്മുടെ flow. ദേഷ്യത്തെ കുറയ്ക്കാൻ അത് സഹായിക്കും. It will help us reduce anger. മറ്റൊരു മണ്ഡലമാണ് ഫിയർ, ഭയം. എല്ലാത്തിനും ഭയം. The other area is fear. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നിങ്ങളിൽ ആർക്കൊക്കെ ഈ ഭയമുണ്ട്? How many of you are fearful? എനിക്കറിയത്തില്ല. ഭയം നിങ്ങളെ ഒരിക്കലും ശക്തരാക്കത്തില്ല. Fear won't make you strong. ഭയം നിങ്ങളെ ശക്തരാക്കത്തില്ല. Fear won't help you. ഇപ്പം തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ഭയത്തിൽ നിന്ന് പുറത്തു വരും? If you're not paying attention, how will you come എങ്ങനെ out of ആൻസൈറ്റി നിന്ന് fear? പുറത്തു വരും? How will you come out of ഇന്ന് ഈ ചർച്ചയിൽ anxiety? വരാതിരുന്നാൽ ഈ സാധനം എവിടുന്ന് കേൾക്കും? If you don't come to church, where ദാവീദിൻ സുതനേ എന്നിൽ കനിവുതോ, എങ്ങനെ പറയും? ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ. ദാവീദിൻ സുതനേ എന്നിൽ കനിവുതോ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. എവറി ഡേ യു നീഡ് ടു നീൽ ഡൗൺ ആൻഡ് പ്രേ. നിങ്ങൾക്ക് പ്രശ്നം, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? If what I told you is ruling you, ഈ സൈൻസ് ഓഫ് ഇന്നർ വൂൺസ്, ഈ ആന്തരികമായിരിക്കുന്ന മുറിവുകൾ നിങ്ങൾക്കുണ്ടോ? do you have these inner wounds? മുട്ടുകുത്തുക ദൈവസന്നിധിയിൽ. Kneel down in the presence of God. ആരുടെയും കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ അകത്ത് വന്ന ചില പ്രശ്നങ്ങളാ. You are behaving in certain way because of certain inner wounds. പരിശുദ്ധാത്മാവിനെ കൈമാറുക. Hand it over to the Holy എന്നിട്ട് പറ, Spirit. പരിശുദ്ധാത്മാവേ എന്നെ നീ നിറയ്ക്ക്, നിന്നെ കൊണ്ട് എന്നെ നിറച്ച്. And tell the Holy Spirit, you fill me with yourself. ആമേൻ. ദൈവം മരുഭൂമിക്കകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു കേട്ടോ. See how the Lord is giving instruction in the wilderness. ആമേൻ. ഹല്ലേലൂയ. വീണാൽ വീഴ്ചകൾ വന്നിട്ടുണ്ട്, ഇതൊക്കെ പഠിക്കണമെന്നേ. If you have fallen, learn from it. തന്നെത്താൻ മോട്ടിവേറ്റ് ചെയ്യല്ലേ. തന്നെ ഒത്തിരി പേരുടെ പ്രശ്നം തന്നെത്താൻ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്. തന്നെത്താൻ മോട്ടിവേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. മോട്ടിവേഷൻ അല്ല ഇവിടെ വേണ്ടത്, നിനക്ക് വേണ്ടുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ്. You don't need motivation, you need instructions. മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ട് മാറും, റിലീജിയസ് പേഴ്സൺ ആയിട്ട് മാറും, മതഭ്രാന്തനായിട്ട് നീ മാറും. If you are into motivation, you will become a religious person. അങ്ങനെ ആകാൻ ഒരിക്കലും അനുവദിക്കല്ലേ. Don't allow that. ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ പേരെ ഞാൻ കാണുകയല്ല, മോട്ടിവേഷണൽ സ്പീക്കർ ഭയങ്കര സാധനങ്ങളൊക്കെ പറയാം, ആത്മീയതയില്ല. Many people talk big things but they don't have spirituality. ഞാൻ എൻ്റെ ഈ പ്രായം കൊണ്ടുമൊക്കെ ഈ ചെറുപ്പക്കാരോടൊക്കെ ഇടപെടുന്നത് കൊണ്ട് ഞാൻ എത്രയോ മിനിസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കിംഗ്.
I've seen so many അപ്പൊ അതിന്റെ ministers. മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുപിരി കൊണ്ടങ്ങിരിക്കും. പക്ഷെ ആത്മാവിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം നടക്കുന്നില്ല. But nothing happens without the connection of the Holy Spirit. നമ്മുടെ ആത്മാവിൽ ചലനങ്ങൾ ഉണ്ടാകണം. We need to have movement in our spirit. ഇവിടെ നമുക്ക് ഞാൻ ആരോടാ പറയുന്നത്? ആരോടാ കണക്റ്റഡ്? Whom am I connected to? അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചൊരു റിപ്ലൈ വരും. And he will reply me back. I am speaking to him. ദൈവം കേൾക്കാത്ത ദൈവമല്ല, ദൈവം കേൾക്കുന്ന ദൈവം. God is a God who answers us. അവന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നോട് ഇടപെടും. He will speak back to me in love. ഇന്ന് രാവിലെ നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചു. Today morning speak to the Lord. ഹല്ലേലൂയ. സംസാരിക്കണം. Talk to the Lord. ഇങ്ങോട്ട് വരുന്നതിന് അതിനെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അവിടെ മുട്ടുമടക്കി ഇരിക്കുവാണെങ്കിൽ നിങ്ങളുടെ എവിടോട്ടാ നിങ്ങൾ വരുന്നത്? ഇപ്പം കുടുംബ പ്രാർത്ഥന നടത്താൻ ഒക്കത്തില്ലല്ലോ. എല്ലാവരും റെഡി, എല്ലാ ഡ്രസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സിറ്റ് നിന്നെ തന്നെ ഒന്ന് മിണ്ടാതാക്കിയിട്ട് അവിടെ ഇരുന്നത് പറഞ്ഞ കർത്താവെ, ഞാൻ ചർച്ചിലേക്ക് പോവുകയാണ്, ഇന്ന് നിന്റെ മഹിമ എന്നെ വെളിപ്പെടുത്തണം. Before you come, you pray, Lord, I'm going to church today, reveal your glory. നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ആയിട്ടിരിക്കുന്നത്, ഡ്രസ്സ് ആൾക്കാർ കാണണമെന്നല്ല പറഞ്ഞത്. കർത്താവേ, എന്നിൽ കൂടി നിന്റെ മഹിമ വെളിപ്പെടണം. Through me your glory shall be revealed. ഹല്ലേലൂയ. Hallelujah. അത് കാണുന്നവരാണ് പറയുന്നത്, നറുമണമായി എന്നിലൊഴുവാൻ. ഈ പാട്ട് ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ്, എഴുതിയ പാട്ടാണ്. ഈ നറുമണം എന്ന് പറഞ്ഞ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു സാധനമാണ്. I wrote this song because I experienced the fragrance. എൻ്റെ വളരെ ഞങ്ങളുടെ തങ്കമ്മോട് വളരെ ചെറുതായിരിക്കും, 3-ലും 4-ലും കണ്ട് പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം. It came out of an experience I had. സ്പ്ലിറ്റിംഗ്, തല പൊട്ടിപ്പോകുന്ന തലവേദനയുമായിട്ട് ഞാൻ 4 മണി സമയത്ത് കിടക്കുക. 4 o'clock in the evening I was lying down with a splitting headache. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ആയിരുന്നു കിടക്കുന്നതുകൊണ്ട് ബെഡിൽ വന്നിങ്ങനെ കിടക്കും, മിണ്ടാതെ കിടക്കും. ഞാൻ കിടക്കുവാന്ന് കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതെ കിടക്കും. Those days she would come back from school and she would lie down on the bed with me. ഞാനിങ്ങനെ കമന്ന് കിടക്കുക, എന്ന് വെച്ചാൽ തല പൊട്ടിപ്പോകുന്ന തലവേദന ആയതുകൊണ്ട് കമന്ന് ഇങ്ങനെ മിണ്ടാതെ കിടക്കുക. So I was quietly lying down on my back because of the ഡോറൊക്കെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വെട്ടം അതിനകത്ത് വളരെ കുറവാണ്. Door was closed, there wasn't light. അപ്പം ഞാൻ നോക്കി പറഞ്ഞ തങ്കം വന്നു എൻ്റെ അപ്പുറത്ത് കിടന്നു. So I felt Thangam sleeping next to me. ഞാൻ ഉറങ്ങുവാൻ വിചാരിച്ച അവള് വളരെ ശബ്ദമില്ലാതെ അവിടെ വന്ന് കിടന്ന. I felt that she was lying quietly because I was sleeping. അപ്പം ഞാൻ മുഖം ഒരു സൈഡിലോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അവള് എൻ്റെ മുഖം കാണാത്തത് കൊണ്ട് അവൾ എൻ്റെ മുകളിൽ കൂടി അപ്പുറത്തെ സൈഡിലോട്ട് വന്നു. Because my head was on the other side, it felt like she was jumping over me and moving to the other side. നിങ്ങൾക്കറിയാമല്ലോ, ബെഡേ കിടക്കുന്നവരെ മനസ്സിലാമല്ലോ, ഒരാളപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ബെഡ് ഒന്ന് അനങ്ങുമല്ലോ, അതിൻ്റെ ഒരു നമുക്കൊരു ഫീൽ വരുമല്ലോ. അതുപോലെ മുകളിൽ കൂടി ഇങ്ങനെ വന്ന് ഞാൻ ഫീൽ ചെയ്തു. So I felt that she was next to me and then she was moving over me. മൂവ് ചെയ്യുകയും മുകളിൽ കൂടി ഇപ്പുറത്ത് വരികയും എൻ്റെ തലവേദന അപ്രത്യക്ഷമായി. And as I felt her moving over me, my headache disappeared. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പം തങ്കവുമില്ല, ആരുമില്ല. When I opened my eyes, there was no Thangam. മുറിക്കകത്ത് മുഴുവനും ഭയങ്കര സ്മെൽ, ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പെർഫ്യൂമിന്റെ ഒന്നും സ്മെല്ലല്ല, ഭയങ്കരമായിരിക്കുന്ന ഒരു മണം മുറിക്കാൻ മുഴുവൻ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഭയങ്കരമായിരിക്കുന്ന മണമാണ് കർത്താവ് വന്നായിരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് മാറിയത് വേറെ ഒന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം വന്നിരിക്കുന്നത്. എന്റെ തലവേദന പോയപ്പോൾ ഞാനത് ഉറപ്പാക്കി, ഇത് കർത്താവ് തന്നെ എന്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നു. ആ മണമാണ് അവിടെ കിടന്നുകൊണ്ട് ഞാൻ പറയുന്ന, നറുമണമായ ഹൃദയം നിറപ്പാൻ ആത്മാവിൽ വന്നവനേ. അവിടെ ഇരുന്നോട്ടെ പറയാണ്, ഹൃദയം മിഴികൾ രണ്ടും നിന്നെ പുൽകാൻ ആത്മാവിൽ വന്നവനേ. നറുമണമായൻ ഹൃദയം നിറപ്പാൻ ആത്മാവിൽ വന്നവനേ. മിഴികൾ രണ്ടും നിന്നെ പുൽകാൻ ആത്മാവിൽ വന്നവനേ. ഹല്ലേലൂയ. ആരാധനയിലോട്ട് പോകുന്ന കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ യേശുവേ, എന്റെ 1 കൊരിന്ത്യർ 1:30-31 വാക്യം. എന്റെ ജ്ഞാനവും എന്റെ നീതിയും എന്റെ വിശുദ്ധിയും എന്റെ സർവവും, നീ എൻ ജ്ഞാനവും നീ എൻ നീതിയും നീ എൻ വിശുദ്ധിയും.
ഈ പാട്ടുമായിട്ട് അടുത്ത ആഴ്ച ചർച്ചിൽ വന്നു. ചർച്ചിനകത്ത് അന്നുണ്ടായിരുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു. ഇപ്പം അതിനകത്ത് ഉള്ളവരിലും So I wrote the lyrics and came to church the following week. അന്നേരമാണ് ഈ ബാക്കിയെല്ലാം വരുന്നത്. നല്ല കടലായി. And then the rest of the lyrics followed. ആ ആഴ്ച ചർച്ചിനകത്ത് ഇരുന്നു ഒറ്റ ഒരാൾ പോലും മര്യാദക്കിരുന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരിലും ഈ they were in tears, കരച്ചിലോട് കരച്ചിൽ. മഹത്വം വെളിപ്പെടുന്ന ഞായറാഴ്ചയായി. In the church everyone was filled with ചിരികൾ തൂകി ഹൃദയം നിറപ്പാൻ ആത്മാവിൽ വന്നവനെ. അത് മൂന്നാമത്തെ സ്റ്റാൻസ്. ജയ ജയ ഗീതം പാടിടുവാനൻ ആത്മാവിൽ വന്നവനെ, മഹിമ തേടി നിന്നിലണയുവാൻ. ഒരു ഭയങ്കര എക്സ്പീരിയൻസാ സഹോദരങ്ങളെ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്നാൽ നീ ദൈവത്തിന്റെ വഴിയിൽ തന്നെ നടക്കും. If you are united with the Holy Spirit, you will walk in His നമ്മുടെ ways. പല ചോദ്യചിഹ്നങ്ങളും ആശ്ചര്യചിഹ്നമാക്കി അവൻ മാറ്റും. He will make many question marks and exclamation marks. ചോദ്യചിഹ്നം കണ്ടിട്ടില്ല ഇരിക്കുന്ന ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. ആ വളവിന്റെ അവിടെ നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്താൽ വിശ്വാസത്താൽ അതിനെ ഇടിക്കും നമ്മൾ. ആ വളവിനെ അതെന്തോ ആയി മാറും? നേരെയാം. അത് ആശ്ചര്യമാക്കി നിന്നെ മാറ്റും. By faith hit that നിന്റെ curve of the 100,000 question mark. ചോദ്യങ്ങളെ ദൈവം ആശ്ചര്യമാക്കി മാറ്റും. All your questions will become an exclamation. ഞാൻ ജൂബിയോടും കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പറഞ്ഞത്, നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും, എങ്ങനെ ഇത് സംഭവിക്കുന്നു. You wonder how certain things കാര്യം നിന്റെ ഓരോ നീഡിനെയും ദൈവം അറിയും. God knows every need of your life. ഹല്ലേലൂയ. നീ നിന്റെ പെരയോട് ചേർത്ത് ഒരു മുറി അഭിഷേകത്തിന് പണിതിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്റെ ഹൃദയത്തിന്റെ കവാടം നീ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് വരാൻ പോകുന്ന അനർത്ഥത്തിൽ നിന്ന് അവൻ നിന്നെ കാത്തുപരിപാലിക്കും. If you have made a room for the prophet, and the Lord will prevent you from the danger that is ahead of you. ദൈവാത്മാവിൽ നടത്തപ്പെട്ടാൽ മൂന്നാമത്തെ കാര്യം ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന കാര്യം. ഇൻഫ്ലുവൻസ്, സ്വാധീനങ്ങൾ ഉണ്ടാകും. If you are led by the Holy Spirit, you will have influence. മറ്റുള്ളവർ സ്വാധീനിക്കപ്പെടണം. ഞാൻ എന്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ എഴുന്നേറ്റ് നിന്നാൽ മറ്റുള്ളവർ സ്വാധീനിക്കപ്പെടണം. It is my desire when I stand up, others should be influenced. തെറ്റായ വഴിയിൽ സ്വാധീനിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നല്ല വഴി നടക്കാനായിട്ട് നീ ഇൻഫ്ലുവൻസ് ചെയ്യണം. നല്ല വഴി. Must influence so that others will walk How in the right way. how to walk in the ways of the Lord. ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ നിന്റെ സംസാരത്തിൽ ദൈവത്തെ നീ കണക്ട് ചെയ്യേണ്ടത്. You have to bring God in your talks. അല്ലാണ്ട് വേറെ നീ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു, നീ എന്തോ ഇൻഫ്ലുവൻസ് ചെയ്യാനാ. നീ ദൈവത്തോടുള്ള ബന്ധത്തിന് പൈസ എല്ലാം തന്നെ വരും. In your relationship with God, money will automatically come. പൈസ തന്നെ വരും. Money will automatically നീ ആരോടൊന്നും പറയണ്ട, നീ അവിടെ മിണ്ടാതിരുന്നാൽ മതി. കർത്താവ് നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കും. You just be quiet, the Lord will solve നീ your അവിടുന്ന് ലോൺ എടുത്ത് ഇവിടുന്ന് ലോൺ എടുത്ത് കടക്കാരെ കാണുമ്പോൾ പേടിച്ച് ഓടിയടി. എത്ര നാൾ നീ ഇങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും? How long will you play hide and seek with Today the is that debtors? day. നീ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ദൈവാത്മാവിൽ എഴുന്നേറ്റ് നിൽക്കണം. You stand up in the spirit to influence others. നീ കർത്താവിലേക്ക് എത്ര പേരെ കൊണ്ടുവന്നു ഇതുവരെ? How many people you influence? സഭയിലേക്ക് നീ എത്ര പേരെ കൊണ്ടുവന്നു? How many people you brought to എത്ര church? പേരെ വിശുദ്ധിയിലേക്ക് നീ ഇൻഫ്ലുവൻസ് ചെയ്ത് നടത്തി? How many people you influence in holiness? നീ ഒരു ഇൻഫ്ലുവൻസറായിട്ട് മാറണം പരിശുദ്ധാത്മാവിൽ. You have to become an influencer. പരിശുദ്ധാത്മാവിൽ നീ എത്ര പേരെ അവന്റെ വഴിയിൽ നടത്തുവാൻ സഹായിക്കുന്നുണ്ട്? In the Holy Spirit, how many of you are influencing others to walk in എന്താ the നീ പഠിക്കാൻ പോയവരെ പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടിട്ട് പോയി? പഠിക്കുന്ന സ്ഥലത്ത് നിനക്ക് എത്ര കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാമായിരുന്നു? നീ എന്നാ ചെയ്യാത്തത്? Why are you not influencing? നീ അവരുടെ കൂട്ടത്തിൽ ചേരുക. അവര് പറയുന്നത് കേട്ടോണ്ടിരിക്കുക. You are getting influenced by them. Instead of influencing them, അവരെ ആകർഷിക്കുക. കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്തു? While you're working, how many people did you influence? ഹല്ലേലൂയ. ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അവനോട് മത്തായിയുടെ മർക്കോസിന്റെ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു കേൾക്കണം. നിന്റെ ലൈഫിനെ നീ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിച്ചു കൊടുക്കണം. Don't speak the gospel of Mark and Luke, but through your life influence them. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം മറ്റുള്ള കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണം. I want to tell you, all children, please influence other children. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ എന്നെ നീ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തേ. And tell the Holy Spirit, enable And me to make me an influence. influencer. You influence me, So Lord, that so others I will can be an come influencer. and know you. നിന്നെ അറിയാൻ, നിന്റെ അടുത്തേക്ക് വരുവാൻ എന്നെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തേ. Help me to influence others. Ask the Lord to help you to influence others. കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞു? സുവിശേഷത്തിൽ പറയാൻ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നതാ പറഞ്ഞു. The Lord said you are the light of the world. അതിന്റെ അർത്ഥം എന്താ? നീ ഇൻഫ്ലുവൻസർ ആണ്. That means you are an എങ്ങനെ influencer. ദൈവാത്മാവിൽ നടത്തപ്പെടാത്തവൻ എങ്ങനെ മറ്റുള്ളവരെ ദൈവാത്മാവിൽ നടത്തും? If you are not led by the Holy Spirit, how can you lead അതുകൊണ്ടാണ് others? നമ്മൾ ഡിനോമിനേഷനിലേക്ക് ആൾക്കാരെ വിളിക്കുന്നത്. ഡിനോമിനേഷൻ, റിലീജിയോസിറ്റിയിലേക്ക്, മതത്തിലേക്കല്ല ആൾക്കാരെ വിളിക്കേണ്ട, പരിശുദ്ധാത്മാവിലേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ട്. Don't call people into religion, call people into പരിശുദ്ധാത്മാവ് ഒരു മതത്തിന്റെ ആളല്ല. Holy Spirit is not a യേശു ഒരു മതത്തിന്റെ ആളല്ല.
Jesus is not യേശു ക്രിസ്ത്യാനികളുടെ ദൈവമേ അല്ല. Jesus is not God of സകല Christians. മനുഷ്യർക്കും വേണ്ടി കുരിശിൽ മരിച്ചവൻ അവൻ. He is the one who died for അവൻ ഒരു all മതവും on the ഉണ്ടാക്കിയിട്ടില്ല. cross. He did not make a അവൻ religion. കാണിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുമായിരുന്നു He കുരിശിന്റെ മേൽ. revealed the love of God on the ഏറ്റവും cross. വലിയ മതം ഏതാണെന്നറിയോ? സ്നേഹമാണ് ഏറ്റവും വലിയ മതം. Love is the biggest religion. ഏറ്റവും വലിയ ജാതി ഏതാണെന്നറിയോ? മനുഷ്യനെ ഏറ്റവും വലിയ ജാതി. Because caste is the ആ human മനുഷ്യന്റെ race. ഇടയിൽ നീ കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. Don't bring division amongst us. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നതിൽ മാത്രമേ ദൈവസ്നേഹം പ്രവഹിക്കുകയുള്ളൂ. Only when you are led by the Holy Spirit, the love of God will flow through you. ഒന്നാമത് നമ്മൾ കണ്ടു, അവനെ മരുഭൂമിയിൽ കണ്ടെത്തി. We saw that he was found in the desert. രണ്ടാമത് കണ്ടു, കണ്ടെത്തിയവനെ ദൈവം നടത്തി. The one who was found was led by the Lord. മൂന്നാമത്തെ കാര്യം 32 ആവർത്തന പുസ്തകം 32 അധ്യായം 13 വാക്യത്തിൽ കാണുന്നത് എന്താണ് ചെയ്തത്? The third thing is what we see in Deuteronomy 32:13. വായിച്ചോട്ടെ. അവന്റെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി മതി. അവനെ he made him right. അവനെ നടക്കുവാൻ, അവനെ എന്താ പറഞ്ഞു, on the high places of the earth he made him right. The third thing is the Lord made him ride on the heights of the earth. നിങ്ങൾ high places എവിടോട്ട് നിന്നെ ഉയർത്തണമോ ദൈവം നിന്നെ ഉയർത്തിപ്പിടിക്കും. The Lord will elevate you. നീ ഏണി ചാരിയാൽ എവിടം വരെ കയറാൻ പറ്റും? If you're climbing the ladder, how much can you? ദൈവം തന്റെ ആത്മാവിൽ നിന്നെ ഉയർത്തും. Through his spirit the Lord will lift you. ഒരു ഫ്ലൈറ്റിൽ പോയാൽ എവിടം വരെ ഉയരാൻ പറ്റും? How much can you rise in a flight? 30,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിലെ നമുക്ക് പറക്കാൻ പറ്റും. 30,000 അടി അത്രേ ഉള്ളൂ. 30,000 feet above is maximum. അത്ര അതിൽ പോകാനൊക്കത്തില്ല. Beyond that nothing. ദൈവം നിന്നെ ഉയർത്തിയ 30,000 അടിയല്ല, ദൈവം നിന്നെ എല്ലാവരിലും അധികമായി ഉയർത്തിപ്പിടിക്കും. God can lift you above everything else. ഹല്ലേലൂയ. Hallelujah. ദൈവം ഉയർത്തുന്ന ആ ഉയർച്ചയിലേക്ക് ഇന്ന് രാവിലെ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നിന്നെ കഠിനമായ മേഖലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്താണ് നിന്റെ സുരക്ഷിതത്വം ഇരിക്കുന്നത്. If you are in a hard situation, that is where your protection is. അവിടെ കൊണ്ട് നമ്മൾ വേണ്ടത്തെ പാട്ട് പാടരുത്. എന്തിനീ കഷ്ടം, എന്തിനീ ശോധന, ഇതല്ല പറഞ്ഞു. ഈ കഷ്ടത്തെ ഞാൻ മറികടക്കും. You will overcome this trouble. ഞാൻ ഈ ശോധനയെ മറികടക്കും. I will overcome this. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അത് വിശ്വസിക്കണം. Believe it this morning. ദൈവത്താൽ ഞാൻ ഈ മതിലുകൾ ചാടിക്കടക്കും. With my God I will scale over. പേടിച്ചു നീ മാറി നിൽക്കല്ലേ, പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. I will come against the troop. കർത്താവ് ഇപ്പോൾ നിനക്ക് പാറയിൽ നിന്നാണ് തേൻ തരാൻ പോകുന്നത്. The Lord is going to give you honey out of the rock. ഇപ്പം പോകുന്ന കഷ്ടപ്രയാസങ്ങളില്ലേ, അതിനകത്ത് വലിയ വിടുതലിനെ ദൈവം ഒരുക്കി വെച്ചിട്ടാണ് നീ എന്റെ മണ്ടകിരിക്കുന്ന ഓർമ്മണം. Whatever you are going through, the Lord has prepared something greater. ആ തള്ളക്കോഴിയെ നിങ്ങൾ വിളിച്ചു ചോദിച്ച് ഒരു 10, 15, 20 മുട്ടയൊക്കെ അതിന്റെ അടിയിൽ വെച്ച് അത്രയൊക്കെ അതിൽ കൂടുതൽ വെക്കാൻ ഒക്കത്തില്ല. ചിലർ അതിൽ കൂടുതലൊക്കെ വെക്കും, ഗുണമൊന്നുമില്ല. Look at the mother hen sitting under 15-20 15 eggs. മുട്ടയൊക്കെ സാധാരണ വെക്കുന്നത്. 15 മുട്ട വെച്ച ഈ കോഴി പറയും എന്തോ ഒരു കഷ്ടമാണ്, ഈ വനി അടുത്ത് 21 എന്നെ മുട്ട കയറി ഇരിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ആ കോഴി എങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കും. Imagine the hen is saying, oh, next 21 days I have to sit over it. What a big trouble. നമ്മൾ അവിടുന്ന് ഇവിടുന്നെല്ലാം മുട്ട ശേഖരിച്ചിട്ട് ഈ ഇച്ചിരി അടയാകുന്ന കോഴിയെ നമ്മൾ തപ്പി പിടിച്ച് വെച്ച് ഇങ്ങനെ നിൽക്കുന്ന കോഴി പറയാം എനിക്ക് വരത്തില്ല ഇപ്പൊ ഇരിക്കാൻ. Now the hen is saying, I don't want to sit over ആ it. കോഴി തന്നെ ഇങ്ങനെ വെച്ച് ഇറങ്ങിപ്പോയാൽ എന്തോ ചെയ്യും? The hen is shaking herself and going out. എന്തിനാ ഇരുത്തുന്നത്? Why should you want me to sit over അതിന്റെ it? അടിയിൽ നിന്ന് ജീവൻ വരണം. Because under that എന്തിനാ നിന്നെ life should പിടിച്ചിരിച്ചത്? come. എന്തിനാ നിന്നെ പിടിച്ചിരിച്ചത്? Why are you sitting നിന്നിൽ here? നിന്ന് കഷ്ടങ്ങൾ സാരമില്ല. നിത്യ തേജസ്സിന്റെ കനം ഓർക്കുമ്പോൾ ഈ കഷ്ടങ്ങൾ സാരമില്ല. When you go through troubles, when you see the glory ahead, these things doesn't matter. അപ്പോഴാ ഈ പാറയിൽ നിന്ന് എന്ത് വരുന്നത്? തേൻ നിനക്ക് കുടിക്കാൻ പറ്റുന്നത്. That is how you will be able to suck honey out of തീക്കല്ലിൽ the നിന്ന് rock. എണ്ണ വരുന്നത് കണ്ടില്ലേ? You see oil out of the rock. ഇന്ന് വിശ്വസിക്കണം, ദൈവം നിന്നെ എന്തോ ആക്കി തീർക്കുക. God is making something out of you. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ലേ, I will make you fishers of men. നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കി തീർക്കും. The Lord said, I will make you fishers of men. പത്രോസ് പറയാ, കർത്താവേ നിന്നെ അറിഞ്ഞ സമയത്ത് ഞങ്ങൾ ഈ വള്ളവും വലയും എല്ലാം കളഞ്ഞു. Lord, from the time we knew you, we left our boat and nets. പുള്ളി ഒരിക്കലും രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനായിരുന്നു ഈ പത്രോസ്. He was not a saved man. കർത്താവ് പറഞ്ഞു ഫോളോ മീ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വള്ളവും വലയും കളഞ്ഞു. When the Lord said, follow me, he left his boat and net. രക്ഷിക്കപ്പെടാത്ത എല്ലാത്തിനോട് ഞാൻ പറയുക. I'm telling all those who are yet കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ not yet പറഞ്ഞു, saved. എടാ പൈസ കൊടുക്കാനില്ലാണ്ട് ആ മീനിന്റെ വയലിരിപ്പുണ്ട്. പുള്ളി പറഞ്ഞു ഇത് ഇവിടുന്ന് ചൂണ്ടങ്ങി എടുത്തു. After some days, there's no money. Please look at the mouth എല്ലാം of നീ the കളഞ്ഞു fish. കാണുമായിരിക്കാം, പക്ഷെ നിന്റെ എളിയിൽ ഏതാണ്ട് തുരുക്കി വെച്ചിട്ടുണ്ട്. You left everything, but there is still a bait in you. ഇങ്ങനെ കർത്താവ് നിന്നെ എക്സ്പോസ് ചെയ്ത് എങ്ങനെയാണ് നിന്റെ അതുകൂടെ നീ കളയണം. You have to remove even the small bait that you're still keeping. ഇന്ന് രാവിലെ എളിയിൽ ഏതാണ്ട് ഇരിപ്പുണ്ട്, അതുകൂടെ എടുത്ത് കളയണം.
Are you still holding back something? Things ചുമ്മാ that you have left? എന്റെ ഷർട്ടും Throw കണ്ടോണ്ടിരിക്കാതെ it out. നിന്റെ എളിയിലിരിക്കുന്ന എടുത്ത് ദൂരെ കള. Don't look at my shirt. Whatever you're still keeping, the little bit, ഞാൻ throw it ഇങ്ങനെ out. വെച്ചോടനെ ഇപ്പം പാസ്റ്റർ ഏതാണ്ട് തരുമെന്നാ വിചാരിച്ചിരിക്കുന്നില്ലേ? Don't think that I'm going to give you something now. നിന്റെ എളിയിലിരിക്കുന്ന എടുത്ത് ദൂരെ കള. Throw away that little thing that you're still keeping. പിന്നെ പത്രോസിന് എന്നെ ചെയ്യാൻ പറ്റും? Now Peter cannot do anything. കർത്താവ് പറയാണ്, I will make you fishers of men. And the Lord said, I will make you fishers of men. കർത്താവ് വാക്ക് പറഞ്ഞ വാക്കാണ്. പരിശുദ്ധാത്മാവ് വന്ന് ദിവസം നോക്കിയ 3000 പേരെ രക്ഷയിലേക്ക് സ്നാനത്തിലേക്ക് നടത്തുന്നത് ഈ മനുഷ്യന്. The Lord kept his word. Peter is the one who led 3,000 people into salvation. ഇപ്പോഴും എന്താണ് നിനക്കത് ചെയ്യാൻ പറ്റാത്തത്? നിന്റെ എളിയിൽ ഏതാണ്ട് ഇരിപ്പുണ്ട്. You are not able to do that because see, you are still നിന്റെ എളിയിൽ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണത്തിൽ നീ ആയിത്തീരും. If you remove that little thing, you will come under the full control of the Holy Spirit. നമ്മൾ പറയുന്ന ചില സൗകര്യങ്ങൾ, ചില ജോലികൾ, ചില സാഹചര്യങ്ങൾ നിന്നെ ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കുവാൻ സമ്മതിപ്പിക്കുന്നില്ല. Certain jobs, certain situations are preventing you from hearing the voice of the Holy അതുകൊണ്ട് നീ Spirit. നിന്റേതായ ഇഷ്ടത്തിൽ നടക്കുകയാണ്, നിന്റേതായ ജീവിത ശൈലിയിൽ നീ ആസ്വദിക്കുക. So you are walking in your own lifestyle. That is why that delay is there. എന്താണ് ശ്രദ്ധിച്ചേ? എന്താണ് ആ താമസം വരുന്നത്? കൊണ്ടാണ്. What is the reason of the delay? അതിനെ നോക്കിയാണ് യേശു പറയുന്നത്, ആ വേര് ഉണങ്ങിപ്പോട്ടെ. That is why Jesus said, let that root dry off. നിങ്ങൾ പലരും ഇതൊക്കെ പോയി ഗൂഗിൾ ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കും. ഞാൻ അടുത്ത ആഴ്ച പറയാം എന്താ സംഭവം. എല്ലാം കൂടെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നിങ്ങളും കുറച്ച് കഷ്ടപ്പെടട്ടെ. You are looking at Google and finding out why it was വേരെന്തുകൊണ്ടാണ് dry. ഉണങ്ങി? എന്താ മരം നിൽക്കുന്നത്? ദൈവവും മരവുമായിട്ട് എന്നാ പ്രശ്നം? ആ പ്രശ്നത്തിൽ അടുത്ത ആഴ്ച പറയാം. I will tell you next week why the roots were dried off. യേശു കർത്താവിന് എന്തോ ആണ് ഈ അത്തിമരത്തോട് എന്നാ ഇത്രയും പ്രശ്നം? Why Jesus have a trouble with the fig tree? യേശു കർത്താവിന് അത്തിമരത്തോട് ഒരു പ്രശ്നമില്ല. He has no trouble. നിങ്ങളിപ്പോൾ ഇലയുള്ളപ്പോൾ അത് കാവ് കാണും, കായ ഉണ്ടെങ്കിൽ ഇല കാണുമ്പോൾ ഇല ഉണ്ടെങ്കിൽ കായ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് റെവലേഷനാണ്, വെളിപ്പാടാ. No use googling, these are all revelations. എടാ ഗൂഗിൾ കാരണം പിച്ചായിക്ക് അയാൾ പിച്ച എടുക്കാതിരിക്കട്ടെ, ദൈവത്തിന്റെ കൃപയാൽ അവന് വെളിപ്പാട് കിട്ടും. Pichai won't get this revelation. ഹല്ലേലൂയ. വെളിപ്പാട് ആർക്കാ ഉള്ളത്? ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്നവർ. Those who are led by the Spirit of God will have നിങ്ങളെല്ലാം revelation. വലിയ പുള്ളികൾ. അന്നേരം തന്നെ നിങ്ങൾ പോയി ഗൂഗിൾ ചെയ്തിട്ട് വൈ ഡിലേ വൈ എല നോക്കും. എനിക്കറിയാം. Whenever you hear a message, you all are smart people to go and Google. ഇന്നും ഇനിയും പോയച്ചു നോക്കും. Even today you will go and see. ഹല്ലേലൂയ. Revelation won't come like that. Revelations won't come that way. വെളിപ്പാട് അങ്ങനെ വരത്തില്ല മോനെ. വെളിപ്പാട് when you spend time with the Lord, ദൈവത്തിന്റെ ആത്മാവിന്റെ കൂടെ നീ ഇരിക്കുമ്പോൾ അവൻ വെളിപ്പെടുത്തി തരും. When you spend time with the Holy Spirit, He will reveal things to you. അവൻ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നെങ്കിൽ അതിനകത്തൊന്നും ഒന്നും സംശയിക്കാനില്ല. നിന്നെ അങ്ങനെ ആക്കുക അവൻ. If the Lord is revealing, there's nothing to doubt. നിങ്ങൾ നോക്കിയാൽ ശൗമേൽ ബാലവൻ നിയമപ്പെട്ടതിന് എടുത്ത് കിടക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടോ? ലോകത്തിൽ ഒരുത്തനെങ്കിലും ഉണ്ടോ അവിടെ കിടക്കാൻ? When Samuel was sleeping near the ark, there was nobody else with ഈ him. ചർച്ചിന്റെ പുറകിലായിരുന്നു സെമിത്തേരിയെങ്കിൽ നിങ്ങളൊരു രാത്രി ഞാൻ വിളിക്കുവാണ്, പുറകെ പോയി പ്രാർത്ഥിക്കും. ഒറ്റ ഒരുത്തം വരത്തില്ലെന്ന് എനിക്കറിയാം. ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ നിന്നെ ഏത് മരുഭൂമിയിലും നടത്തും. Holy Spirit can lead you in every desert. നീ പാമ്പിന്റെ ദംശനമേറ്റ് പാമ്പിന്റെ കഴിവ് തെറ്റും നീ ജാഗത്തില്ല. കാര്യം നടത്തുന്നവൻ ദൈവമാണ്. You will not die of poisonous serpents. ഇന്ന് ഇപ്പൊ ബിസിനസ് ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ എല്ലാവരും ഞാൻ നോക്കി പറയാം, കുടുംബജീവിതം നയിക്കുന്നവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നോക്കി പറയാം, നീ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറും. I want to tell all of you, students, കട നടത്തുന്ന business വ്യക്തിയാണ്, people, ബിസിനസ് be an ചെയ്യുന്ന വ്യക്തിയാണ്. നിന്റെ influencer. കടയിൽ വരുന്ന എത്ര പേരെ നീ ഇൻഫ്ലുവൻസ് ചെയ്തു ഇതുവരെ? If you are running a shop, how many people who come to the ജോലി shop ചെയ്യുന്ന are വ്യക്തി നീ എത്ര പേരെ influenced? ഇൻഫ്ലുവൻസ് ചെയ്തു? How many people are you influencing in your നിന്റെ കൂടെ workplace? ജോലി ചെയ്യുന്ന എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന്? How many of you are influencing those in എത്ര your പേരെ workplace? ദൈവാത്മാവിലേക്ക് നടത്തി? എത്ര പേരെ ദൈവസഭയിലേക്ക് നടത്തി? എത്ര പേരെ നീ ആത്മ നിറവിലേക്ക് നടത്തി? How many people have you led in the fullness of the Why Spirit? are we called? നമ്മളെ എന്തിനാ ദൈവം വിളിച്ചത്? Why did the Lord call us? നമ്മളെ ദൈവം വിളിച്ചതിന്റെ പുറകിലത്തെ ഉദ്ദേശം എന്താ? What is the reason behind our To calling? influence others with the help of the Holy Spirit. To influence others. Hallelujah. Hallelujah. ഇന്ന് തൊട്ട് ഇൻഫ്ലുവൻസറായി മാറാമോ? Today onwards, can you be an influencer? ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നീ പേജ് തുടങ്ങണം ദൈവത്തിന്റെ ആത്മാവിന്റെ ഇൻഫ്ലുവൻസിങ്ങിന് വേണ്ടി. Start a page, social media page to influence others. ലോകത്തിലെ മനുഷ്യൻ പറയുന്ന സാധനത്തിന്റെ പുറകെ പോകാനല്ല നമ്മളെ വിളിച്ചത്. God did not call us to run after things of the world. ലോകത്തിലെ മനുഷ്യന്റെ ചിന്ത ഹൗ ടു മേക്ക് മണി, പൈസ എങ്ങനെ ഉണ്ടാക്കാവുന്ന. People of the world want to make money. ദൈവാത്മാവിൽ നടത്തുന്നതിന്റെ ഉദ്ദേശം എങ്ങനെ ആത്മാക്കളെ രക്ഷിക്കാമെന്നുള്ള. Those who are led by the Holy Spirit think about how to lead and മനസ്സിലായോ? save souls. ലോകത്തിന്റെ വ്യാപാരം ചെയ്യുന്നവന് കീശ എങ്ങനെ നിറയ്ക്കാമെന്നുള്ള. Those who are doing business of the world think about filling their pockets. ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവന്റെ വിചാരം ദൈവരാജ്യം എങ്ങനെ നിറയ്ക്കാമെന്നുള്ളത്. Those who are led by the Spirit of God think about filling the kingdom of God. ഓപ്ഷൻ നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. You choose.
ഞാനൊരു കാര്യം പറയട്ടെ, ദൈവാത്മാവിനല്ല നടത്തപ്പെടുന്നെങ്കിൽ നിന്റെ ടൈറ്റിൽ അന്യനെന്നുള്ള ടൈറ്റിലല്ല, നീ ദൈവത്തിന്റെ മകനാണ്. If you are led by the Spirit of God, your title is not as a stranger but as a child of God. റോമർ 8:14. Romans 8:14. എന്താ എഴുതിയിരിക്കുന്നത്? ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവർ ആരാണെന്ന്? All those who are led by the Holy Spirit, ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവൻ ദൈവത്തിന്റെ പൈതൽ തന്നെ. they are sons of God. അവരാണ് ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്നത്. They reveal the kingdom of നമുക്ക് God. കണ്ണുകളെ അടച്ച് Let's പ്രാർത്ഥിക്കാം. close our eyes and pray. ഇന്ന് കർത്താവിനോട് പറഞ്ഞാട്ടാ. Let's tell the Lord this ഹല്ലേലൂയ. morning. കർത്താവേ, എന്നിലുള്ള ചില വേരുകൾ, ഡിലേയുടെ വേരുകൾ, Lord, certain roots of delay, ചില ഡിസ്കറേജ്മെന്റ് വേരുകൾ, some roots of ചില discouragement, കൺഫ്യൂഷന്റെ വേരുകൾ. some roots of confusion. ആമേൻ. കാലതാമസത്തിന്റെയും നിരാശയുടെയും അതുപോലെ തന്നെ ആമേൻ ഒന്നുമില്ലായ്മയുടെയും എന്താണെന്ന് മനസ്സിലാകാതിരിക്കുന്ന അവസ്ഥയുടെ വേരുകൾ ഉണങ്ങിപ്പോകണം. Roots of depression and delay should dry off. ആമേൻ. എന്നെ കണ്ടാൽ നല്ല ഇലയൊക്കെ ഉണ്ടെന്ന് തോന്നും, പക്ഷെ എന്നിൽ ഫലങ്ങളില്ലല്ലോ. It looks like I have good leaves but there's no fruit. അപ്പൊ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് ആൾക്കാർ നിങ്ങളെ വിലമതിക്കും. Maybe people are judging you based on the clothes you're wearing, നിങ്ങൾ വരുന്ന വാഹനത്തെ കണ്ട ആൾക്കാർ നിങ്ങളെ വിലമതിക്കും. based on the vehicle you're coming. നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ, നിങ്ങളുടെ വൊക്കാബുലറി കേൾക്കുമ്പോൾ മനുഷ്യർ നിങ്ങളെ വിലമതിക്കും. Maybe people judge you based on your vocabulary. എന്നാൽ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്നവനാണ്, ദൈവം നിന്നെ ഓണർ ചെയ്യും. But if you're led by the Holy Spirit, the Lord will honor you. Which one you want? നിങ്ങൾക്ക് എന്താണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെട്ടാൽ ദൈവം നിങ്ങളെ ഉയർത്തിപ്പിടിക്കും. If you're led by the Holy Spirit, the Lord will lift you. What you want to ദൈവത്തിന്റെ choose. ആത്മാവിലാണ് നീ നടത്തപ്പെടുന്നതെങ്കിൽ ദൈവത്തിന്റെ വലങ്കരത്തിൽ ദൈവം നിന്നെ ഉയർത്തിപ്പിടിക്കും. If you are led by the Holy Spirit, He will hold you with His right hand. വെളിപ്പാട് പുസ്തകം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലാണ് ആമേൻ ഇങ്ങനെയുള്ളവർ നക്ഷത്രങ്ങളായി നിലനിൽക്കുന്നത്. If you look at Revelation, such people shine as stars. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ കരങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാണാം. They are held in the hands of the Lord like stars. 20-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ എന്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രങ്ങൾ. The 7 stars that are in my hand. 7 നക്ഷത്രം എന്ന് പറഞ്ഞ 7 സഭകളുടെ ദൂതന്മാരാണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 7 stars are the angels. Are you a messenger for the Lord? കർത്താവിന് വേണ്ടി നീ ദൂത് വഹിക്കുന്നവനാണോ? Are you a messenger for the Lord? ഇന്ന് take it from me. ഇന്ന് നിങ്ങൾ കേട്ടെ, നീ കർത്താവിന് വേണ്ടി ദൂതുവാഹകനാണോ? Are you a messenger for the Lord? ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്തുമ്പോൾ നിന്റെ കയ്യിൽ ദൂത് കിട്ടും. When you are led by the Holy Spirit, you will ആ get a message വാക്യം from the നിങ്ങൾ Lord. ശ്രദ്ധിക്കുവാനെ കണ്ട, നീ ദൂത് വഹിക്കുന്നവനാണ്, നീ കർത്താവിന്റെ കയ്യിൽ ഉയർത്തപ്പെട്ടവനാണ്. If you are carrying a message of the Lord, you will be lifted up in the hands of the എനിക്ക് Lord. ഭയങ്കര അഭിമാനമാണ്, എന്റെ കയ്യിൽ കർത്താവ് ദൂത് തന്നിട്ടുണ്ട്. I am so proud that God has given me a ഞാൻ message. ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല. I will not be disappointed. ഞാൻ അതേ കാര്യം നിങ്ങളോട് പറയാണ്, നിങ്ങൾ കർത്താവിന്റെ വലങ്കയിൽ ഉയർന്നിരിക്കുവാൻ കർത്താവിന്റെ ദൂതുവാഹകരായിട്ടിരിക്കണം. For you to be lifted in the hands of the Lord, please be a messenger for the Lord. ആമേൻ. ഏതെങ്കിലും യൂട്യൂബ് കണ്ടിട്ട് ആ പുസ്തകം വായിച്ച് ഈ പുസ്തകം വായിച്ചിട്ടല്ല ദൂത് കിട്ടേണ്ടത്. ദൈവത്തിന്റെ ആത്മാവിൽ നിനക്ക് ദൂത് കിട്ടണം. You won't get your message through reading a book or through YouTube. Through the Holy Spirit, you should അതാ get the നിന്റെ message. പേഴ്സണൽ പ്രയർ, ക്വയറ്റ് ടൈം എന്ന് പറയുന്നത്. നീയും കർത്താവും ഏകാന്തതയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ കർത്താവ് നിന്റെ ഉള്ളിൽ ദൂതുകളെ തരും. When you and the Lord are alone in your room, you will get a message from the Lord. കർത്താവിന്റെ ദൃഷ്ടി നിന്റെ മേൽ വന്നു കണ്ടോ? നിന്റെ ഡിലേ എന്ന് പറയുന്ന കാലതാമസം വന്ന വേര് ഉടനെ ഉണങ്ങിപ്പോകും. The root of delay in your life will dry off. കർത്താവ് നിന്നെ ശ്രദ്ധയോടെ നോക്കുമ്പോൾ നിന്റെ ഡിസ്കറേജ്മെന്റ്, ഡിസ്കണ്ടന്റ് ആയിരിക്കുന്ന ഡെറ്റിന്റെ റൂട്ടുകൾ, നിന്റെ കടത്തിന്റെ, നിന്റെ രോഗത്തിന്റെ, നിന്റെ പങ്കപ്പാടിന്റെ വേരുകൾ ഉണങ്ങിപ്പോകും. Root of discouragement, debt and discontent will dry off. നിന്റെ കൺഫ്യൂഷന്റെ, എന്ത് ചെയ്യണമെന്ന് അറിയാമായിരിക്കുന്ന ആശങ്കയുടെ വേരുകൾ കർത്താവിന്റെ നാമത്തിൽ ഉണങ്ങിപ്പോകും. In the name of Jesus, the root of confusion. നാളുകൾ എന്ന് പറയുന്നത് നിന്റെ വിചാരങ്ങളുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തികൾ നീ കാണും. Above your anxious ways, the Lord will do His work. നീ ഒരു ശൂന്യങ്കാരിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കണം. Are you like a Shunammite woman? ആമേൻ. ശൂന്യങ്കാരിയുടെ വീട്ടിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. In her house there were many things. പക്ഷെ അവൾ കർത്താവിന് വേണ്ടി ചിലത് ഒരുക്കി വെക്കുന്നുണ്ടോ? But see how she prepares Today certain is that things. day. ഇന്നെന്ന് പറയുന്ന ദിവസം ദൈവത്തിന് വേണ്ടി നീ നിന്നെ തന്നെ പ്രിപ്പയർ ചെയ്ത് Prepare yourself for the Lord വരും today. ദിവസങ്ങളിൽ വരാൻ പോകുന്ന ആപത്തനർത്ഥങ്ങളെ നിനക്ക് മറികടക്കണമെങ്കിൽ ഇന്നെന്ന് പറയുന്ന ദിവസം ആമേൻ get prepared. To overcome the dangers that are ahead of you, prepare yourself today. നാളെ വരുന്ന രോഗത്തിന്റെ മേൽ നിനക്ക് ജയിച്ചു നിൽക്കണമെങ്കിൽ ഇന്ന് നീ നിന്നെ തന്നെ ഒരുക്കി വെച്ചേ. Prepare yourself to overcome the sickness that may come in നാളെ the വരാൻ future. പോകുന്ന കടബാധ്യതകളുടെ മേൽ നിനക്ക് ജയിച്ചു നിൽക്കണമെങ്കിൽ ഇന്ന് നീ നിന്നെ തന്നെ ഒരുക്കിക്കാട്ടെ. Prepare yourself to come out of the debt situation that may come in the future. നിന്റെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇന്നെന്ന് പറയുന്ന ദിവസം നീ അതിനുവേണ്ടി തയ്യാറായിക്കേ. Prepare yourself so that your children may not die tomorrow. മരണം അവർ ആസ്വദിക്കത്തില്ല.
They will not have death. മരണം അവർ കാണത്തില്ല. They will not see death. അതിനു മുമ്പേ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിന്റെ വീട്ടിനകത്തുണ്ടാകും. Before that the work of the Lord will be revealed കാര്യം in പാറയായവൻ എന്റെയും നിന്റെ ജീവിതത്തിൽ വന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ വർത്തമാനം. because the one who is a rock has come. Who is that rock of salvation? ആരാണ് ആ രക്ഷയുടെ പാറ? Who is the rock of their salvation? ആ രക്ഷയുടെ പാറയുടെ പേരാണ് യേശു. And his name is Jesus. ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ യേശുവാണ്. The biggest influencer that I've seen is And Jesus. he has influenced me. അവൻ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. He influenced me so much. ഞാൻ കണ്ടത് അതുപോലെ ശക്തനായിരിക്കുന്ന മറ്റൊരു ഇൻഫ്ലുവൻസ് ആണ് പരിശുദ്ധാത്മാവ്. And the other influencer that I've seen is the Holy Spirit. അവർ തമ്മിൽ ഒരു കോൺട്രറി, ഒരു വ്യത്യാസമേ ഇല്ല. യേശു പറയുന്നതിനെ മുഴുവൻ സ്ഥാപിച്ചു പറയുന്നവനാണ് പരിശുദ്ധാത്മാവ്. And Holy Spirit establishes everything. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ ഇൻഫ്ലുവൻസറായി പരിശുദ്ധാത്മാവിനെ ഉയർത്തിക്കാട്ടെ. And lift up the Holy Spirit in your life. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സകല കാലതാമസങ്ങളും മാറും, നിന്റെ സകല തളർച്ചകളും മാറും, നിന്റെ എല്ലാ ഉത്കണ്ഠകളും മാറിപ്പോകും. All your delay, all your anxiety, everything will change. നിന്റെ ഇൻസെക്യൂരിറ്റി, ലോൺലിനെസ്, ആൻസൈറ്റി, ബിറ്റർനെസ്, എൻവി സകലതും മാറിപ്പോകും. Insecurity, bitterness, anger, envy, all these things will നിന്റെ വിഷാദവും നിന്റെ സ്വയപരിതാപവും നിന്റെ വിദ്വേഷങ്ങളും തളർച്ചകളും വികാരമില്ലായ്മയും കുറവുണ്ടെന്നുള്ള മനോഭാവം എല്ലാം യേശു കർത്താവിൽ അപ്രത്യക്ഷമാണ്. depression, emotionlessness, inferiority, hatred, everything will leave in Jesus' name. ഇതെല്ലാം മാറ്റാൻ കഴിവുള്ളവനാണ് യേശു കർത്താവ്. Jesus is able to remove all these things. ഞാനൊരു കാര്യം പഠിച്ചു സഹോദരങ്ങളെ, I've learned something, dear ഞാൻ brothers. ഒരിക്കലും വിഷാദിച്ചിരിക്കത്തില്ല. I will never be depressed. എന്നെ നിങ്ങൾ ഒരിക്കലും വിഷാദിച്ച് കാണത്തില്ല. You will not see me depressed. കാര്യം അവൻ എന്റെ ആത്മനിറവായി സന്തോഷമായി മാറി. Because he's filled me with joy in the Spirit. ആരാണ് വിഷാദിച്ചിരിക്കുന്നത്? Who is ഈ depressed? ലോകത്തെ ശ്രദ്ധിക്കുന്നവൻ. Those who are looking at the world. കർത്താവിനെ നോക്കുന്നവൻ ചിരിയോടുകൂടി ഇരിക്കും. Those who look to the Lord are always joyful. നിന്റെ നാസികയെ തുറക്കുക, മൂക്കിനെ തുറക്കുക. Open your To smell his fragrance. എന്നോ open your അരോമ nose to smell his fragrance, his aroma. നമ്മുടെ ചന്തുവിന്റെ പേര് അരോമൽ. അരോമൽ. Chandu's name is actually Aromal. അരോമ, കർത്താവിന്റെ ഫ്രാഗ്രൻസ്. The fragrance of the Lord. നിനക്കൊരു കൊതി തോന്നില്ലേ യേശുവിന്റെ നറുമണം ഒന്ന് അനുഭവിക്കണം? How many of you are longing to enjoy the fragrance of ഞാനൊരു കാര്യം Jesus? പറയട്ടെ, നീ അടിക്കുന്ന എത്ര കാശിന്റെ പെർഫ്യൂം ആണെങ്കിലും അതിന്റെ ഒന്നും 7 അയലൊക്കത്ത് വരത്തില്ല. It is better than the most expensive perfume that you can wear. വേറൊരു വലിയൊരു കാര്യമുണ്ട് കേട്ടോ, അടിക്കുന്ന പെർഫ്യൂം ചുറ്റുവട്ടത്തിരിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. The perfume that you wear, only people around you will എന്നാൽ know. യേശു കർത്താവിന്റെ ഫ്രാഗ്രൻസ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ ദേശത്ത് ഉയർത്തപ്പെടും. But if the fragrance of the Lord comes upon you, the nations will rise. ദൈവരാജ്യത്തിൽ ഉയർത്തപ്പെടും. Oh, you will be lifted. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തവൻ He നിർത്തും. will fill you with oil of joy more than you. നീ വിശ്വസിക്കുന്ന നീ ചെറിയ ഒരാളല്ല, നീ കർത്താവിൽ വലിയ വ്യക്തിയായി മാറും. You will become a great person in the Lord. നീ കണ്ടില്ലേ, നീ കരം നീട്ടുമ്പോൾ ഭൂതങ്ങൾ പുറത്തിറങ്ങി പോകും, രോഗികൾ സൗഖ്യമാകും. When you stretch forth your hands, the demons will leave and the sick will be healed. ആയിരങ്ങൾ നിന്റെ മുമ്പിൽ ഇരുന്നാലും നീ ഒരു ലവലേശം ഭയം കൂടാതെ ദൈവവചനത്തെ ശുശ്രൂഷിക്കും. Before thousands, without fear, you will proclaim the word of the That's the Lord. way you will influence others. മറ്റുള്ളവരെ നീ സ്വാധീനിക്കും. That is the way you will influence others. ഹല്ലേലൂയ. മനുഷ്യരാൽ നടത്തപ്പെടരുതേ, Don't be led by people. സാഹചര്യത്താൽ നടത്തപ്പെടരുതേ, Don't be led by situations. പിശാചിന്റെ ആലോചനയിൽ നടത്തപ്പെടരുതേ. Oh, don't be led by Satan. നടത്തപ്പെടുവാൻ അവൻ നമുക്ക് കനിഞ്ഞു തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്.